ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കൊരു 2 minutes കൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ ഇന്നത്തെ ലൈവിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ACCയിലെ F3 പേപ്പറായ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സ്റ്റഡി ഹബിലെ OT ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റഡി ഹബ് OT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഹബിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ലൈവിൽ കംപ്ലീറ്റ് ചെയ്യൽ പോസിബിൾ അല്ല. സോ എല്ലാ ചാപ്റ്റേഴ്സിലും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ആരാണ് ഇൻ കേസ് ലൈവ് ആണെന്നുണ്ടെങ്കിലും റെക്കോർഡഡ് ആണെന്നുണ്ടെങ്കിലും ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇത് വാച്ച് ചെയ്യേണ്ടത്? നിങ്ങൾ ഓൾറെഡി F3 എന്ന് പറയുന്ന പേപ്പർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു റിവിഷന് വേണ്ടി നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്, സ്റ്റഡീസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണരുത്, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓൾറെഡി ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം, സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ വിൽ ഡിസ്കസ് 10 OT questions from each chapter. Okay. സോ ഒന്നുകൂടെ പറയാണ്, സ്റ്റഡീസ് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ലൈവ് അല്ലെങ്കിൽ റെക്കോർഡിങ്സ് കണ്ടാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് കടക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ചാപ്റ്റർ 1 ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഓക്കെ, സോ ഹോപ്പ് ദാറ്റ് ഐ എം ഓഡിബിൾ ആൻഡ് വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താ? ആർ ദ ഫോളോയിങ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ട്രൂ ഓർ ഫാൾസ്? നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ട്രൂ ആണോ ഫാൾസ് ആണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ പറയണം. ഓക്കെ, സോ എ ബിസിനസ് പ്രിപ്പയർസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് പീരിയഡ്. ഓക്കെ, സോ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The statement of financial position is prepared to reflect the position of the business on a particular day. Okay. See, നമുക്കറിയാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ SOPL ഉണ്ട്, SOFP ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നതാണ് SOPL ഉം SOFP. ഓക്കെ, SOFP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡേയിലേക്കാണ്. ഓക്കെ, പർട്ടിക്കുലർ ഡേ ഓർ ഫോർ എ സ്പെസിഫിക് ഡേറ്റ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 31st ഡിസംബറിൽ നമ്മൾ SOFP പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 31st ഡിസംബർ 2001 നമ്മൾ SOFP പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു സ്പെസിഫിക് ഡേറ്റിൽ, ഈ ഒരു 31st ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് ഡേറ്റിൽ നമ്മുടെ ബിസിനസ്സിൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റി ഉണ്ട്, എത്ര ക്യാപിറ്റൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അല്ലാതെ വോൾ ദാറ്റ് പീരീഡിൽ ആ 2001 എന്ന് പറയുന്ന വർഷത്തിൽ മൊത്തം എത്ര അസറ്റ് വന്നു, എത്ര ലൈബിലിറ്റി വന്നു എന്നുള്ളതല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ഒരു സ്പെസിഫിക് ഡേറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മുടെ ബിസിനസ്സിൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഈസ് prepared to reflect the position of the business on a particular day. Statement എന്താണ്? True ആണ്. Okay, so that is true. Second statement നോക്കാം. The statement of financial position records the income and expense of the business. നമ്മൾ അഡീഷണൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. SOPയിലാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് കാണിക്കൽ. SOFPയിൽ നമ്മൾ എന്താ കാണിക്കൽ? അസറ്റും ലൈബിലിറ്റീസും ഇക്വിറ്റിയാണ് കാണിക്കൽ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ റെക്കോർഡ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയൂലേ. ഈ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ കാണിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒന്ന് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഷോസ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് ഹൗ ദേ ആർ ഫൈനാൻസ്ഡ്. SOFPയിൽ അസറ്റ്സ് കാണിക്കുന്നുണ്ട്, ആൻഡ് അസറ്റ്സ് എങ്ങനെയാണ് ഫൈനാൻസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? SOFPയിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്? ഒരു അസറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് ഓണേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിലോ ലോൺ എടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അസറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് വേണം. ഈ ഫണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ഫണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അസറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഡെപ്റ്റ് എടുക്കണം, ലോൺ എടുക്കണം. ഓക്കെ, ഈ രണ്ട് ഡീറ്റെയിൽസും എവിടെ തന്നെയാണ് കാണിക്കുന്നത്? SOFPയിൽ. ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് നമ്മൾ എന്താ പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഡെപ്റ്റ്, ലൈബിലിറ്റി, ഈ രണ്ട് ഡീറ്റെയിൽസും എവിടെയാണ് കാണിക്കുന്നത്? SOFPയിലാണ് കാണിക്കുന്നത്. സോ ഫൈനാൻഷ്യൽ പൊസിഷനിൽ അസറ്റിൻ്റെ ഡീറ്റെയിൽസും ഈ അസറ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, ഏത് ഫണ്ട് ത്രൂ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസും എവിടെ കാണിക്കുന്നുണ്ട്? SOFPയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇക്വിറ്റിയും ലൈബിലിറ്റിയും എവിടെ കാണിക്കുന്നുണ്ട്? SOFPയിൽ കാണിക്കുന്നുണ്ട്. സോ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണോ ഫാൾസ് ആണോ? ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പറയാം. ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, which of the following statements about sole trader is true? സോ എഗെയിൻ സോൾ ട്രേഡറിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോൾ ട്രേഡറിനെ റിലേറ്റ് ചെയ്തുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലേതാണ് ട്രൂ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ,
സോൾ ട്രേഡേഴ്സ് ക്യാൻ ബോട്ട് ദംസെൽസ് എ ഡിവിഡൻഡ് ആസ് എ ഫോം ഓഫ് പേയ്മെൻറ്റ്. സി ഇതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിവിഡൻഡ് എന്ന് പറയുന്ന പോയിന്റ് നമ്മളെപ്പോഴും ക്ലാസ്സിൽ ബേസിക് ആയിട്ട് പറയുന്നതാണ്. ഡിവിഡൻഡ് എവിടെ വരുന്ന സംഭവമാണ്? ഒരു കമ്പനിയിൽ വരുന്നതാണ്. അത് സോൾ ട്രേഡറിലും പാർട്ണർഷിപ്പിലും വരുന്നതല്ല. സോ ഡിവിഡൻഡ് ഒരിക്കലും എവിടെ വരില്ല? സോൾ ട്രേഡറിൽ വരില്ല. അപ്പോൾ ഡിവിഡൻഡ് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദർ ഈസ് എ സെപ്പറേറ്റ് ലീഗൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ഓണേഴ്സ് അസെറ്റ്സ് ആൻഡ് ദ ബിസിനസ് അസെറ്റ്സ്. സി ഇവർ പറയുന്നത് ഒരു സോൾ ട്രേഡർ ഒരു മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഈ മെഷീനറി ബിസിനസ്സിൻ്റെ പേരിലാണ് പർച്ചേസ് ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഓണറിന് അതിലൊരു അവകാശം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അല്ല. സോൾ ട്രേഡിലാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിന് എന്ത് ലൈബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ആരുടെ പേരിലായിരിക്കും? ഓണറിൻ്റെ പേരിലായിരിക്കും വരുന്നുണ്ടാവും. അവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ ഡിസ്റ്റിങ്ഷൻ വരുന്നില്ല. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? There is a separate legal distinction between the owner's asset and business assets. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. സോ അതെന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി ഡി എന്താ പറയുന്നത് നോക്കാം. സോൾ ട്രേഡേഴ്സ് കനോട്ട് എംപ്ലോയ് എനി വൺ എൽസ് ടു ഡു സം വർക്ക്. നമ്മളൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടറിൽ വേറൊരാളെ വർക്കിന് വെക്കാൻ പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയും നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു സോൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് ആരെ വെക്കാൻ പറ്റും? എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റും. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആണ്. സോ എ, ബി ആൻഡ് ഡി എന്താണ്? മിസ്റ്റേക്ക് ആണ്. സോ ഏതായിരിക്കും ട്രൂ വരുന്നുണ്ടാവുക? സി എന്നുള്ളത് നോക്കാം. ദ ബിസിനസ് ക്യാൻ ബി സോൾഡ് ആസ് എ ഗോയിങ് കൺസേൺ ബൈ ഇറ്റ്സ് ഓണർ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് ഒരു ഫോർസിബിൾ ഫ്യൂച്ചറിലേക്ക്, അതായത് മിനിമം 12 മന്ത്സിലേക്കെങ്കിലും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോയിങ് കൺസേൺ അസംപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നമുക്ക് ബിസിനസ്സിന് ഇറ്റൂടെ അതിനെന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല, നോ റെസ്ട്രിക്ഷൻസ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഐഡന്റിഫൈ which of the following statements are advantages and which are disadvantages of being in partnership compared with setting up a limited liability company. Okay, so ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? നമ്മളിവിടെ പാർട്ട്ണർഷിപ്പിനെയും കമ്പനിനെയും കമ്പയർ ചെയ്തിട്ട് യു ആർ കമ്പയറിങ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിൽ പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്, പാർട്ട്ണർഷിപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് വൈൽ കമ്പയറിങ് വിത്ത് കമ്പനി. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ലെസ് റെഗുലേഷൻസ് ആൻഡ് ഗവർണൻസ് റൂൾസ് ടു ഫോളോ. ഒരു കമ്പനിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ പാർട്ട്ണർഷിപ്പിൽ കുറച്ച് റൂൾസും കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? കമ്പനി ആണെന്നുണ്ടെങ്കിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. പാർട്ണർഷിപ്പ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് മാത്രം ഫോളോ ചെയ്താൽ മതി. സോ ഒബ്വിയസ്ലി അതെന്താണ്? ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. പാർട്ട്നേഴ്സ് ആർ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ. അതെന്താ പറയുന്നത്? ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു $10,000 ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ കമ്പനിയിലും ഒരു $10,000 എന്ത് ചെയ്തിട്ടുണ്ട്? ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ കേസ് ഈ ലോണ് പാർട്ണർഷിപ്പ് ആയ എൻ്റെ ബിസിനസ്സിന് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഒബ്ലിഗേഷൻസ് ഒക്കെ ആരുടെ പേരിലായിരിക്കും വരുന്നുണ്ടാവുക? ഈ പാർട്ട്നേഴ്സിൻ്റെ പേരിലായിരിക്കും വരുന്നുണ്ടാവുക, അല്ലാതെ ബിസിനസ്സിൻ്റെ പേരിലല്ല. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പക്ഷേ കമ്പനി ആണെന്നുണ്ടെങ്കിലോ, ഒരു കമ്പനി ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ തിരിച്ചടക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ ഒരു കമ്പനീൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ല. ഓക്കെ, സോ പാർട്ണർഷിപ്പിൽ നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മളെ പേഴ്സണലി, നമ്മുടെ പേഴ്സണൽ അസറ്റ്സിനെ പേഴ്സണലി അത് എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. പക്ഷേ കമ്പനി ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ സെക്കൻഡ് പോയിന്റ് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? പാർട്ട്നേഴ്സ് ആർ ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ എന്ന് പറയുന്നത്, അതായത് ഒരു ഡെപ്റ്റ് വരുന്ന ടൈമിൽ അത് അവരെ പേഴ്സണലി എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? ഒബ്വിയസ്ലി അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ,
ഇനി നോ പെർപ്പഷ്വൽ സക്സഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അതേപോലെ ഒരു കമ്പനിയിൽ കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, സി ഈ പാർട്ണർഷിപ്പിൽ നിന്ന് ഒരു പാർട്ണർ അയാളുടെ ഷെയർസ് അയാളുടെ പാർട്ണർഷിപ്പൊക്കെ സോൾവ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല, ഈ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആ ബിസിനസ് ഉണ്ടാവില്ല. ഓക്കെ, നേരെ മറിച്ച് ഒരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡേഴ്സ് അയാളുടെ ഷെയർ വിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിലും ആ കമ്പനി സ്റ്റിൽ അവിടെ ഉണ്ടാകും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു പാർട്ണർഷിപ്പിൽ ഒരു പാർട്ണർ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പാർട്ണർഷിപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ കമ്പനി ആണെന്നുണ്ടെങ്കിലോ ഒരു ഷെയർ ഹോൾഡേഴ്സ് പോകുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ആ കമ്പനി അവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഡ്വാൻറ്റേജ് ആവോ ഡിസഡ്വാൻറ്റേജ് ആവണോ? ഒരു കമ്പനിനെ വെച്ച് കമ്പാരിസൺ ചെയ്യുന്ന ടൈമിൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ പോയി കഴിഞ്ഞാലും ആ കമ്പനി അവിടെ ഉണ്ടാവും. പക്ഷെ പാർട്ണർഷിപ്പ് ആണെങ്കിലോ ഒരു പാർട്ണർ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ണർഷിപ്പ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി അതൊരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? ഒബ്വിയസ്ലി അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, ഇനി ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഓൺലി ടു ടാക്സ് അതോറിറ്റീസ് ആൻഡ് ലെൻഡേഴ്സ്. ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെ വേൾഡ് പബ്ലിക്കിന് നമ്മൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആക്കണം. പക്ഷെ പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് അതോറിറ്റീസിനും ലെൻഡേഴ്സിനും മാത്രം നമ്മൾ അവൈലബിൾ ആക്കിയാൽ മതി. ഓക്കെ, സോ ഈ ഒരു സംഭവം അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ പബ്ലിക് ആക്കുന്നതാണോ നല്ലത് അതോ പ്രൈവറ്റ് ആക്കുന്നതാണോ നല്ലത്? ഒബ്വിയസ്ലി ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി ഏണിങ്സ് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ബാങ്കിൽ എത്ര ക്യാഷ് ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ പബ്ലിക്കിനോട് പറയാം, പുറത്തുള്ള ആൾക്കാരോട് പറയാം. അതെപ്പോഴും പ്രൈവറ്റ് ആക്കി വെക്കുന്നതല്ലേ നമുക്ക് നല്ലത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ആർക്ക് മാത്രം കൊടുത്താൽ മതി? ടാക്സ് അതോറിറ്റീസിനും ലെൻഡേഴ്സിനും മാത്രം കൊടുത്താൽ മതി. പക്ഷേ കമ്പനി ആണെന്നുണ്ടെങ്കിൽ വേൾഡ് പബ്ലിക്കിന് എന്ത് ചെയ്യണം, അത് അവൈലബിൾ ആക്കണം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതെന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which two of the following statements might be used to define the term financial reporting? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് എന്താണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്നുള്ളത്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ദ ഫൈനാൻഷ്യൽ ഡാറ്റ അല്ലേ? സോ ഈ 3 കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൽ ഏതൊക്കെ ടേംസ് ആണ് വരുന്നത് എന്നുള്ള നോക്കാം. ഓക്കെ, സോ ഏതൊക്കെ ടേംസ് ആണ് വരുന്നത്? കാൽക്കുലേറ്റിംഗ് ദ പ്രോഫിറ്റ് ഓഫ് എ പ്രോജക്റ്റ് വരുന്നില്ല. ഏതൊക്കെ ടേംസ് ആണ് വരുന്നില്ലാണ് നോക്കുന്നത് അല്ലേ? ഏതൊക്കെ വരുന്നത്? ബി ആൻഡ് സി നമുക്ക് ഡയറക്റ്റ്ലി നോക്കിയാൽ മനസ്സിലാവും. റെക്കോർഡിംഗ് ഓഫ് all of the business transaction and summarizing of financial transactions and position. സമ്മറൈസിങ്ങും റെക്കോർഡിങ്ങും ആണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ഡെഫിനേഷൻസിൽ വരുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക ബി ആൻഡ് സി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫോർ ഈച്ച് ഐറ്റം സെലക്ട് ഇൻ വിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യു വുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ദ ഇൻഫോർമേഷൻ. സോ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏതൊക്കെ ഡാറ്റാസ് ഏതൊക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരിക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക് ആയിട്ട് നമുക്കറിയാം ഇൻകം എക്സ്പെൻസ് SOPയിലും അസറ്റ് ലൈബിലിറ്റി ക്യാപിറ്റൽ ഇതൊക്കെ എവിടെ വരുന്നത്? SOFയിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻസ് SOPയിലും അസറ്റ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഇതൊക്കെ എവിടെ വരുന്നത്? SOFയിൽ. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് SOCF ഇതിലെന്താ വരുന്നത്? ഒരു കമ്പനീൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ഓക്കെ, സോ ഇത്രയും അറിഞ്ഞാൽ മതി, ഇതാണ് ബേസിക് കാര്യം. ഓക്കെ, സോ നോക്കാം. The amount of money owed to the owners of the business. ഫസ്റ്റ് എന്താണ്? amount of money owed to the owners of the business. അതിന് നമ്മൾ എന്താ പറയുന്നത്? ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയും. സോ ഒരു കമ്പനീൻ്റെ ക്യാപിറ്റൽ
ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് കാണിക്കുന്നത്? SOP ആണോ ഓർ SOF ആണോ? SOF ആണല്ലേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ദ ഡെപ്റ്റ്സ് ഓഫ് ദ ബിസിനസ്, ഒരു കമ്പനീൻ്റെ ലൈബിലിറ്റീസ് അതെവിടെ കാണിക്കുന്നത്? അതും SOFലാണ് കാണിക്കുന്നത്. ഓക്കെ. ഇനി ദ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് എക്സ്പെൻസ് റിക്വയർഡ് ടു റൺ ദ ബിസിനസ് ഫോർ 12 months. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലാത്ത എല്ലാ എക്സ്പെൻസും ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് കാണിക്കുന്നത്? SOPയിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും വരുന്നുണ്ടാവുക? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇനി അടുത്ത നോക്കാം. എമൗണ്ട് ഓഫ് ക്യാഷ് പെയ്ഡ് ഫോർ നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്തിട്ടുള്ള ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് എവിടെ കാണിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എവിടെയായിരുന്നു കാണിക്കുന്നത്? ഒരു കമ്പനീൻ്റെ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? സോ ഇത് ആൻസർ വരിക സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് two of the following items would be included in the equity sections of the statement of financial position? സോ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്നുള്ളത്. എന്തൊക്കെ വരിക? ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ പ്രീമിയം ഉണ്ട്, റീവാലുവേഷൻ സർപ്ലസ് ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ താഴെ പറഞ്ഞുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെ വരിക എന്നുള്ളത് നോക്കാം. ഇൻവെൻട്രി അസറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഷെയർ ക്യാപിറ്റൽ ഒബ്വിയസ്ലി അത് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന. ബാങ്ക് ലോൺ ലൈബിലിറ്റി ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ്. ഷെയർ പ്രീമിയം അഗെയിൻ ഇക്വിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ബാങ്ക് ആൻഡ് ക്യാഷ് അത് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടതിന് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊന്നും എന്ത് ചെയ്യരുത്, ഒരിക്കലും സ്കോർ കളയരുത്. ഓക്കെ. സോ ബി ആൻഡ് ഇ വിൽ ബി ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഈച്ച് സ്റ്റേറ്റ്മെന്റ് സെലക്ട് വെദർ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു എ ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനി ഓർ എ സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പ്. ഓക്കെ. സോ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കമ്പനിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണോ അതോ സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ പറയണം. ഓക്കെ. സോ ഫസ്റ്റ് വൺ, ഓണേഴ്സ് ടേക്ക് ഡ്രോവിങ്സ് ഫ്രം ദ ബിസിനസ്. നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോവിങ്സ് എന്ന് പറയുന്നത് ഒരു സോൾ ട്രേഡർ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ വരുന്നത് സംഭവമാണ്. അതൊരിക്കലും ഒരു കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് തോന്നിയ പോലെ എന്ത് ചെയ്യാൻ പറ്റൂല, അവരുടെ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡ്രോവിങ്സ് എന്ന് പറയുന്നത് അത് എവിടെ വരുന്നതാണ്? സോൾ ട്രേഡറിലും പാർട്ട്ണർഷിപ്പിലും വരുന്നതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സോൾ ട്രേഡർ ഓർ പാർട്ട്ണർഷിപ്പ്. ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി. അതും നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിസിനസ് വേറെ, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് വേറെ എന്ന് പറയുന്നത് എവിടെയാണ്? കമ്പനീൻ്റെ കേസിലാണല്ലേ. കാരണം ബിസിനസ് എന്ത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ബിസിനസിൻ്റെ പേരിലായിരിക്കും. ബിസിനസ് എന്ത് ലോൺ എടുക്കുകയാണെങ്കിലും അതൊക്കെ ബിസിനസിൻ്റെ പേരിലായിരിക്കും. ഇതൊന്നും ആരെ എഫക്റ്റ് ചെയ്യൂല, ഷെയർ ഹോൾഡേഴ്സിനെ എഫക്റ്റ് ചെയ്യൂല. കാരണം കമ്പനിക്കൊരു സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ. സോ ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനി. Then third point, owners of the business can be separate from those running the business. അതും കമ്പനീൻ്റെ കേസിൽ വരുന്നൊരു പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ. ഒരു സോൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഓൺ ചെയ്യുന്ന ആളും റൺ ചെയ്യുന്ന ആളും സെയിം ആയിരിക്കും. ഓക്കെ. സോൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിലും ഓർ പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ് നടത്തുന്ന ആൾക്കാരും ഓൺ ചെയ്യുന്ന ആൾക്കാരും സെയിം തന്നെ ആയിരിക്കും, ഡിഫറൻസ് ഉണ്ടാവില്ല. പക്ഷെ വെൽ കമ്മിങ് ടു കമ്പനീൻ്റെ കേസിൽ ബിസിനസ് ഓൺ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? മാനേജേഴ്സ് എന്ന് പറയും. ഇത് രണ്ടും ഒരിക്കലും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. ഓക്കെ. സോ ഇവിടെ പറയുന്നത് എന്താ? കമ്പനി നടത്തുന്ന ആൾക്കാരും ഓൺ ചെയ്യുന്ന ആൾക്കാരും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതെവിടെ വരുന്നത്? ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനീൻ്റെ ഒരു ഫീച്ചറാണത്. ഓക്കെ. ഓണർഷിപ്പ് ക്യാൻ ഈസിലി ബി ട്രാൻസ്ഫേർഡ് ഇൻ പാർട്ട് ഓർ ഇൻ ഫുൾ. നമ്മുടെ ഓണർഷിപ്പ് പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഈസിലി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? അത് കമ്പനീൻ്റെ കേസിലാണ്. സോൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിലും പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി
നമ്മുടെ ഷെയർ അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി അതെന്താണ് കോംപ്ലക്സ് ആണ്. പിന്നെ സോൾ ട്രേഡർ ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും അവിടെ പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. സോ വൈൽ കമ്മിങ് ടു ദ കേസ് ഓഫ് കമ്പനി, നമ്മളൊരു കമ്പനി ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഒരു 50,000 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അതിൽ 20,000 ഷെയർസ് ഓർ 10,000 ഷെയർസ് വാട്ട് എവർ ദ നമ്പർ ഐ നീഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെയിൽ ചെയ്യാൻ പറ്റും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ. സോ കമ്പാരിറ്റീവ്ലി ഏറ്റവും ഈസി കമ്പനീൻ്റെ ഷെയർസ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും വരുന്നുണ്ടാവുക, ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്ട്രാറ്റജി ഷുഡ് ചാങ്, യിൻ ആൻഡ് യു ഫോളോ? കോവിഡിന് ശേഷം ഈ ചൈനക്കാരുടെ പ്രശ്നം സോൾവ് ആയി എന്ന് വിചാരിച്ചത് എഗെയിൻ വന്നു. ഓക്കെ, സോ നോക്കാം. ചാങ്, യിൻ ആൻഡ് യു ആർ ഇൻ പാർട്ണർഷിപ്പ് ടുഗദർ. സോ ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ചാങ് ഉണ്ട്, യിൻ ആൻഡ് യു ഉണ്ട്. ഓക്കെ, their business has been very successful, but now Chang wishes to reduce his input and have the option to sell off his share of the partnership. So 3 പാർട്ട്നേഴ്സാണ് നമ്മുടെ കമ്പനിയുള്ളത്. ചാങ് ഉണ്ട്, യിൻ ഉണ്ട് ആൻഡ് യു ഉണ്ട്. ഓക്കെ, ഇതിൽ ചാങ്ങിന് എന്ത് ചെയ്യണം, അയാളുടെ പാർട്ണർഷിപ്പിൽ നിന്ന് കുറച്ച് പാർട്ട് എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം. ഓക്കെ, സോ ചാങ് വിഷസ് ടു റിഡ്യൂസ് ഹിസ് ഇൻപുട്ട് ആൻഡ് ഹാവ് ദ ഓപ്ഷൻ ടു സെൽ പാർട്ട് ഓഫ് ഹിസ് ഷെയർ ഓഫ് ദ പാർട്ണർഷിപ്പ്. സോ അയാളുടെ പാർട്ണർഷിപ്പിൽ നിന്ന് ഒരു പാർട്ട് എന്ത് ചെയ്യണം, അയാൾക്ക് സെയിൽ ചെയ്യണം. ഓക്കെ, യിൻ ആൻഡ് യു വിഷ് ഫോർ ദ ബിസിനസ് ടു കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ആൻഡ് ഓൾസോ ഹാവ് ചിൽഡ്രൻ ദാറ്റ് ദേ വിഷ് ടു ഇൻക്ലൂഡ് വിത്തിൻ ദയർ ബിസിനസ് വെഞ്ചർ. സോ ഇന്നും യുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, അവരുടെ ചിൽഡ്രനെ അവരുടെ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, however they do not want their children to be personally liable for the debts of the business. സോ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഏത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോൾ ട്രേഡർ ആവണോ, പാർട്ണർഷിപ്പ് ആണോ, അതോ കമ്പനി ആണോ എന്നുള്ളതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ 3 ഇമ്പോർട്ടൻസ് ടേംസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ചാങ്ങിന് എന്ത് ചെയ്യണം, അയാളുടെ പാർട്ട് ഓഫ് പാർട്ണർഷിപ്പ് സെയിൽ ചെയ്യണം. ഓക്കെ, ദെൻ യിൻ ആൻഡ് യുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, പിന്നെ ഇൻ ആൻഡ് യുവിൻ്റെ ചിൽഡ്രൻസ് ലൈബിലിറ്റിക്ക് പേഴ്സണലി ലൈബിൾ ആവരുത്. എന്തെങ്കിലും ഡെപ്റ്റോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻസിന് എന്ത് ചെയ്യരുത്, പേഴ്സണലി അത് അഫക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഈ 3 സംഭവങ്ങളും നടക്കുന്നത് എവിടെയാണ്, സോൾ ട്രേഡറിലാണോ, പാർട്ണർഷിപ്പിലാണോ, ഒരു കമ്പനിയിലാണോ? ഇതിൽ ഒരു കാര്യം നമുക്ക് എന്തായാലും അറിയാം, പേഴ്സണൽ ലൈബിലിറ്റി ഇല്ലാത്തത്, ഓക്കെ, പേഴ്സണൽ ലൈബിലിറ്റി ഇല്ലാത്തത് എവിടെ മാത്രമാണ്, കമ്പനിയിൽ മാത്രമാണ്. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. അവർ ഒരു കമ്പനി തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഒരു പാർട്ണർ പോയി കഴിഞ്ഞാലും ബിസിനസ് നിന്ന് പോരുത്, ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണർ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ആ പാർട്ണർഷിപ്പ് അവിടെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ പാർട്ണർഷിപ്പ് ഒരു പാർട്ണർ പോകുന്നുണ്ട്, അയാൾക്ക് അയാളുടെ ഷെയർ വിൽക്കണം, സ്റ്റിൽ എന്ത് ചെയ്യണം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യും വേണം. പിന്നെ ലൈബിലിറ്റിക്ക് എന്താവരുത്, പേഴ്സണലി ലൈബിൾ ആവരുത്. സോ ഇത്രയും കാര്യങ്ങൾ മീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒബ്വിയസ്ലി എന്ത് തുടങ്ങേണ്ടി വരും, ഒരു കമ്പനി തുടങ്ങേണ്ടി വരും. ഓക്കെ, സോ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്, set up a limited liability company with Chang, Yin and you as shareholders. DL ആൻസർ വരിക. അപ്പോഴല്ലേ ഈ 3 കാര്യങ്ങൾ മീറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേസ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഇഗെയിൻ എന്ത് ചെയ്യുക, വായിക്കുക. പിന്നെയും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെയും വായിക്കുക, പിന്നെയും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെയും വായിക്കുക. സോ റീഡ് ഇറ്റ് ഇഗെയിൻ അണ്ടിൽ യു ഫൈൻഡ് ഇറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഏത് വരിക, ഡി. ഓക്കെ,
then okay. സോ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് ബാക്കിയുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്ക്രൈബ്സ് ദ സ്കോപ്പ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? ഓക്കെ, സോ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ സ്കോപ്പ് ഇതിൽ ഏതാണ് പറയുന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് പ്യുവർലി ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കമ്പനീസ് പെർഫോമൻസ്. ഒരു കമ്പനീൻ്റെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ മാത്രമാണോ ഇൻ റിലേറ്റിംഗ് ടു പെർഫോമൻസ്? ഒരു കമ്പനീൻ്റെ SOFPയിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ മാത്രമാണോ നമുക്ക് തരുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ? സി, ഏതൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? SOPL ഉണ്ട്, SOFP ഉണ്ട്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ട്, ദെൻ നോട്ട്സ് ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ ആദ്യത്തെ 4 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും നമുക്ക് എന്ത് ഡാറ്റ തരുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് തരുന്നത്. നോട്ട്സിൽ തരുന്നതോ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് തരുന്നത്. സോ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും തരുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ SOFPയിൽ അസറ്റിനെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അസറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചു, ഏത് മെത്തേഡ് യൂസ് ചെയ്തു, അതൊക്കെ എവിടെ ആയിരിക്കും തരുന്നുണ്ടാവുക? നോട്ട്സിലായിരിക്കും തരുന്നുണ്ടാവുക. സോ ഇവർ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ പ്യുവർലി ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ദ കമ്പനീസ് പെർഫോമൻസ്. അത് ഫാൾസ് അല്ലേ? ക്വാളിറ്റേറ്റീവ് ഡാറ്റയും തരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും തരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഫാൾസ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ റിസൾട്ട്സ്. SOFP ഏത് ഏത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ പാസ്റ്റിലെ ഡാറ്റ ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഫ്യൂച്ചറിൽ ഡാറ്റ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ബിയും ഇൻകറക്റ്റ് ആണ്. ദെൻ സി, ഇറ്റ് പ്രൊവൈഡ്സ് എ റെക്കോർഡ് ഓഫ് ദ കമ്പനീസ് പാസ്റ്റ് പെർഫോമൻസ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഒരു കമ്പനീൻ്റെ പാസ്റ്റിലെ ഡാറ്റ ആയിരിക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓൾറെഡി കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എത്ര ഇൻകം വന്നു, എത്ര എക്സ്പെൻസ് വന്നു, ഇതായിരിക്കും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യൂല. സോ സി ഈസ് കറക്റ്റ്. ഇനി ഡി, ഇറ്റ് പ്രൊവൈഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ആൾ കമ്പനീസ് അസറ്റ്സ്. നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ മാത്രമല്ല തരുന്നത്, പിന്നെ SOFPയിൽ എല്ലാ അസറ്റ്സിൻ്റെ ഡാറ്റ എന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, IAS 30 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യില്ല, ബുക്സിൽ മെഷർ ചെയ്യുന്നുണ്ടാവും. സോ ഇവർ പറയുന്നത് എല്ലാ അസറ്റ്സിൻ്റെയും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ തരുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാ അസറ്റ്സും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, SOFPയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതും ഇൻകറക്റ്റ് ആണ്. ഇനി ഈ നോക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനീസ് പൊസിഷൻ. സോ അത് കറക്റ്റ് അല്ലേ? ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും തരുന്നുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയും തരുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ. ഫോർ ഈച്ച് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലിസ്റ്റഡ് ബിലോ ഐഡന്റിഫൈ whether their primary concern is the level of profit made by the company or the level of cash and liquid assets held by the company. Okay, so ഇവിടെ നമുക്ക് കുറച്ച് യൂസേഴ്സിനെ തന്നിട്ടുണ്ട്. ഈ യൂസേഴ്സ് കമ്പനീൻ്റെ പ്രോഫിറ്റിലാണോ മോർ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്, അതോ അവർക്ക് ക്യാഷിനെ പറ്റിയിട്ടാണോ അറിയേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടാക്സ് അതോറിറ്റിക്ക് നമ്മുടെ കമ്പനിയായിട്ട് എന്താ ബന്ധം? അവർ നമ്മുടെ കമ്പനിയിൽ നിന്ന് എന്ത് വാങ്ങുന്നുണ്ട്? ടാക്സ് വാങ്ങുന്നുണ്ടല്ലേ. സോ ഈ ടാക്സ് വാങ്ങുന്നത് പ്രോഫിറ്റിൻ്റെ ബേസിലാണോ, നമ്മുടെ കമ്പനീൻ്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്നുള്ള ബേസിലാണോ ടാക്സ് വാങ്ങുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് വാങ്ങുന്നുണ്ടാവും. സോ ടാക്സ് അതോറിറ്റി ഏറ്റവും കൂടുതൽ നോക്കുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റിലായിരിക്കും. ഇനി ബാക്കി വരുന്ന 3 ആൾക്കാർ, സപ്ലയർ, ബാങ്ക്, ലെൻഡർ, ഈ 3 ആൾക്കാരും നമ്മുടെ കമ്പനിയിൽ എന്തായിരിക്കും മോർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്? ക്യാഷ് ആയിരിക്കും. സപ്ലയർ ആണെങ്കിൽ നമ്മൾ സപ്ലയറിന് ക്യാഷ് കൊടുക്കേണ്ടി വരും. ബാങ്ക് ആണെങ്കിലും ലെൻഡർ ആണെങ്കിലും ഇവർക്ക് നമ്മൾ എന്തായാലും കൊടുക്കാനുണ്ടാവുക, ക്യാഷ് ആയിരിക്കും കൊടുക്കാനുണ്ടാവുക. ഓക്കെ, സോ ഇവർക്ക് പ്രോഫിറ്റ് അല്ല അറിയേണ്ടത്, നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം ക്യാഷ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ്സ് ഉണ്ടെന്നുള്ളതായിരിക്കും ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ബാക്കി ഇരുന്ന 3 ആൾക്കാർ, ബാങ്ക്, സപ്ലയർ ആൻഡ് ലെൻഡർ, ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ക്യാഷ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, so we're done with first chapter. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. അതിന് മുന്നേ ഒരു
2 minutes എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കാം. ഓക്കെ. ഓക്കെ. സോ സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കാം. ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി ഡെഫിനേഷൻ ഓഫ് എൻ അസെറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്? സോ അസറ്റിൻ്റെ ഡെഫിനേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. So, what is the definition of an asset? An asset is an economic resource controlled by the entity due to past events. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഓക്കെ. സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? an asset is controlled by the entity as a result of past event. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ അറിയാം എന്താണെന്നുള്ളത് ട്രൂ ആണെന്നുള്ളത്. ഓക്കെ. ദ ബിസിനസ് ഹാസ് കൺട്രോൾ ഓവർ ദ അസറ്റ്. ഫസ്റ്റ് പോയിന്റിനാണ് ഇവർ പറയുന്നത്, നേരെ തിരിച്ചു പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. സോ അതും ട്രൂ ആണ്. വെൻ an asset is sold, it will make a profit. നമ്മളൊരു അസറ്റ് വിൽക്കുമ്പോൾ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇസ് ദാറ്റ് ട്രൂ? സി, ഇപ്പം ഞാനൊരു മെഷീനറി വാങ്ങിയിട്ടുണ്ട്. ഈ മെഷീനറി ഞാൻ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ മേ ബി എനിക്ക് പ്രോഫിറ്റ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം, നഷ്ടം വരാം, ലോസ് വരാം, അല്ലേ? സോ ഇവർ പറയുന്നത് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇസ് ദാറ്റ് ട്രൂ? എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ. ദ അസറ്റ് വിൽ ഇൻക്രീസ് ഇൻ വാല്യൂ. ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടുമെന്നാണ് പറയുന്നത്. അസറ്റിൻ്റെ വാല്യൂ മേ ബി കൂടാം, അല്ലെങ്കിൽ എന്താവും, കുറയാം. പക്ഷെ ഇവരെന്താ വിൽ ഇൻക്രീസ് എന്നുള്ളതാണ് പറയുന്നത്. അതെന്താണ്? ഫാൾസ് ആണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോ വർഷം കഴിയും തോറും നമ്മൾ എല്ലാ നോൺ കറണ്ട് അസറ്റിനും എന്താ ചെയ്യാറ്? ഡിപ്രീസിയേഷനാണ് ചെയ്യാറല്ലേ? ഡിപ്രീസിയേഷൻ ചെയ്യുന്ന ടൈമിൽ അസറ്റിൻ്റെ വാല്യൂ കുറയല്ലേ ചെയ്യാറ്? ഓക്കെ. പക്ഷെ ഇവർ പറയുന്നത് ഇൻക്രീസ് ആകും എന്നുള്ളതാണ് പറയുന്നത്. അതെന്താണ്? ഫാൾസ് ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. Which two of the following items are assets of a business? സി, ഇതൊക്കെ ചെറിയ എന്താ പറയുക, ബേസ് ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്? സെയിൽസ് ഇൻകാണ്. ക്യാഷ് അറ്റ് ബാങ്ക്, ദാറ്റ് ഈസ് എൻ അസെറ്റ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. മണി ഔട്ട് ബൈ ദ കസ്റ്റമേഴ്സ്, അതിനെന്താ പറയുക, നമ്മൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാറുണ്ട് അല്ലേ? ട്രേഡ് റിസീവബിൾസ് എന്താണ്? അത് അസെറ്റ് ആണ്. ഓക്കെ. സോ ബി ആൻഡ് ഡി വിൽ ബി ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements correctly describes the concept of duality? Duality concept എന്നാൽ എന്താ? എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് എഫക്റ്റ് ഉണ്ടാവും, ടു സൈഡ്സ് ഉണ്ടാവും എന്നുള്ളതാണ് എന്ത്? ഡുവാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? സോ ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഇതാണ് ബേസിക്കലി ഡുവാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഈച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ടു അക്കൗണ്ട്സ് ബൈ സെയിം എമൗണ്ട്
അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചില്ല. ചിലപ്പോൾ ഡെബിറ്റ് കൂടാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്താവും കുറയാം, അല്ലെങ്കിൽ ഡെബിറ്റും കൂടാം, ഒരു ഡെബിറ്റ് കുറയുകയും ചെയ്യാം. ഓക്കെ, സോ each business transaction decrease to accounts by the same amount. അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചില്ല. ഒന്ന് കൂടാം, ഒന്ന് കുറയാം, അല്ലെങ്കിൽ രണ്ടും കൂടാം, അല്ലെങ്കിൽ രണ്ടും കുറയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ purchase goods for cash. Okay, for $100. നമ്മൾ എന്താ പറയുന്നത്, എല്ലാ ട്രാൻസാക്ഷൻസിനും ആസ് പെർ ഡുവാലിറ്റി കൺസെപ്റ്റ് രണ്ട് എഫക്റ്റ് ഉണ്ടാവും. ഒരു ഡെബിറ്റ് എഫക്റ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് എഫക്റ്റും ഉണ്ടാവും. സോ ഇവിടെ ഡെബിറ്റിൽ എന്താ വരുന്നത്, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് അല്ലേ. ഓക്കെ, സോ ഡെബിറ്റിൽ പർച്ചേസ് എക്സ്പെൻസ് വരും. ഓക്കെ, ഡെബിറ്റിൽ പർച്ചേസ് എക്സ്പെൻസ് വരും. ക്രെഡിറ്റിൽ എന്താ വരിക, നമ്മൾ എന്താ കൊടുക്കുന്നത്, ക്യാഷ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ എക്സ്പെൻസ് കൂടി അസറ്റ് കുറഞ്ഞു. ചിലപ്പോൾ ഒന്ന് കൂടാം, ഒന്ന് കുറയാം, ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കാം. ഈച്ച് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻക്രീസ് വൺ അക്കൗണ്ട് ആൻഡ് ഡിക്രീസ് അനദർ. ഇതൊക്കെ ഇതിൽ വരുന്ന സംഭവങ്ങളാണ്. പക്ഷേ കൺസെപ്റ്റ് എന്താ, ഡുവാലിറ്റി കൺസെപ്റ്റ് പറഞ്ഞാൽ എന്താണ്, എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് സൈഡ് ഉണ്ടാവും. ഓക്കെ, ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അത് മേ ബി ഇൻക്രീസ് ആവാം, അല്ലെങ്കിൽ ഡിക്രീസ് ആവും, അല്ലെങ്കിൽ രണ്ടും ഇൻക്രീസ് ആവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡുവാലിറ്റി കൺസെപ്റ്റ് പറഞ്ഞാൽ എന്താ, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ടൈമിൽ രണ്ട് സൈഡ് ഉണ്ടാവും, രണ്ട് എഫക്റ്റ് ഉണ്ടാവും. ഒരു ഡെബിറ്റ് എഫക്റ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെബിറ്റിലും 100 വരുന്നുണ്ട്, ക്രെഡിറ്റിലും 100 വരുന്നുണ്ട്. സോ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഡെബിറ്റിലും ഒരു എമൗണ്ട് വരും, ക്രെഡിറ്റിലും ഒരു എമൗണ്ട് വരും എന്നുള്ളതാണ് എന്ത്, ഡുവാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡി വിൽ ബി ദ ആൻസർ. ബാക്കിയുള്ളൊന്നും മിസ്റ്റേക്ക് ആണെന്നല്ലല്ലോ പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് എന്താ, ഡുവാലിറ്റി കൺസെപ്റ്റ് ആണല്ലോ എന്താ, ഏത് ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിലെന്ത് വരാം, ഒരു ഡബിൾ എഫക്റ്റ്, ഒരു 2 സൈഡ് എഫക്റ്റ് വരാം. ഡെബിറ്റ് എഫക്റ്റും ക്രെഡിറ്റ് സൈഡ് എഫക്റ്റും വരാം. അതിലൊന്ന് മേ ബി കൂടും, ഒന്ന് കുറേയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതല്ല കൺസെപ്റ്റ് പറയുന്നത്, രണ്ട് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതായിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടാവുക, ഡി. ഓക്കെ, ഓക്കെ, കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ. ഫൈനലി, ഹൗ മച്ച് ഡിഡ് Zeta take as drawings from her business during this year? സോ ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് എന്താ, നമ്മൾ എത്രത്തോളം ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട് ഈ വർഷം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ Zeta's business has closing net asset of 160,000. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര ആയിരുന്നു, 160,000 ആയിരുന്നു. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ 160,000. ഓക്കെ, ഒരു ബിസിനസിൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ്, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നുണ്ടാവുക. ഓക്കെ, സി ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ 160,000. She started the year with a capital of 100,000 and introduced additional capital 30,000. Okay, so opening capital 100,000 ആയിരുന്നു, additional capital 50 or 30,000. 30,000. Okay, profit for the year എത്രയാണ്, 50,000 ആണ്. ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടണം, 160,000 കിട്ടണം. പക്ഷെ കിട്ടുന്നുണ്ടോ, 100,000 പ്ലസ് 30,000 പ്ലസ് 50,000 എത്ര കിട്ടുന്നത്,
180,000 മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ ക്ലോസിംഗ് ആകുമ്പോൾ എത്ര കിട്ടണം? 160,000 കിട്ടണം. സോ അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും എമൗണ്ട് കുറഞ്ഞുണ്ടാവുക? ബാലൻസിങ് ഫിഗർ എത്ര ആയിരിക്കും? 20,000 ആയിരിക്കും ബാലൻസിങ് ഫിഗർ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ആൻസർ വിൽ ബി 20,000. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, which of the following expressions correctly shows the accounting equation at the end of first accounting period? Okay, accounting equation എന്തായിരുന്നു? Asset equals equity plus liability. Okay, asset equals equity plus liability, and asset minus നമ്മൾ തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ലൈബിലിറ്റി ഈക്വൽസ് ഇക്വിറ്റി അല്ലേ. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെറ്റ് അസെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡ്രോവിങ്സ്. അത് കറക്റ്റ് ആണോ? ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലസ് പ്രോഫിറ്റ് വരെ കറക്റ്റ് ആണ്. പക്ഷെ ഡ്രോവിങ്സ് നമ്മൾ എന്താ ചെയ്യുക? ആഡ് അല്ല ചെയ്യുക, മൈനസ് ആണ് ചെയ്യുക. സോ അതെന്താണ്? മിസ്റ്റേക്ക് ആണ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. അസെറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് മൈനസ് ലൈബിലിറ്റി. ഇതിൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ്, അസെറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ആണ്. സോ ഇതിൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് പറയുന്നത് അസെറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലസ് പ്രോഫിറ്റ് മൈനസ് ലൈബിലിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക് ഇക്വേഷൻ നമുക്കറിയാം, അസെറ്റ് ഈക്വൽസ് ഇക്വിറ്റി പ്ലസ് ലൈബിലിറ്റി. ഇതിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് പ്ലസ് പ്രോഫിറ്റ്, ഇതിനെ നമുക്ക് എന്തായിട്ട് തന്നെ പറയാം? ഇക്വിറ്റി ആയിട്ട് തന്നെ പറയാം. ഇക്വിറ്റി നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലസ് പ്രോഫിറ്റ്. സോ അസെറ്റ് ഈക്വൽസ് ഇക്വിറ്റി മൈനസ് ലൈബിലിറ്റി എന്നുള്ളതാണ് പറയുന്നത്. സോ ഇസ് ദാറ്റ് കറക്റ്റ്? നോ, ലൈബിലിറ്റി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതെന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി അസെറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് ലോസ് മൈനസ് ഡ്രോയിങ്സ് മൈനസ് ലൈബിലിറ്റീസ്. അതിൽ അസെറ്റ് ഈക്വൽസ് ഇക്വിറ്റി മൈനസ് ലൈബിലിറ്റി അത് തന്നെയാണ് ഇവരിവിടെ കാണിക്കുന്നത്. കാരണം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് ലോസ് മൈനസ് ഡ്രോയിങ്സ് ചെയ്ത് തന്നെ നമുക്ക് എന്താ കിട്ടുക? ഇക്വിറ്റി നേരം കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇക്വിറ്റി മൈനസ് ലൈബിലിറ്റി അല്ല വരേണ്ടത്, ഇക്വിറ്റി പ്ലസ് ലൈബിലിറ്റി ആണ് വരേണ്ടത്. സോ അതെന്താണ്? മിസ്റ്റേക്കാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെറ്റ് അസെറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് ലോസ് മൈനസ് ഡ്രോയിങ്സ്. അത് കറക്റ്റ് ആണ്. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ക്ലോസിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡ്രോയിങ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഇവിടെ കിട്ടുന്ന ഫിഗറും ഇവിടെ കിട്ടുന്ന ഫിഗറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ സെയിം ആണ്. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ആണ് ഇക്വേഷനിൽ വരാറ്, അപ്പം നമ്മൾ ആഡ് ചെയ്യുന്നു. പക്ഷെ ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഡി എന്താ? കറക്റ്റ് അല്ലേ? ഓക്കെ, നെറ്റ് അസെറ്റ് ഈക്വൽസ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് മൈനസ് ലോസ് മൈനസ് ഡ്രോയിങ്സ്. അതെന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. Which two of the following expenditure would be classified as expenses? SOP-ൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് ഏതൊക്കെ രണ്ടെണ്ണാണെന്നുള്ളത് ചോദിച്ചുള്ളത്. ഫസ്റ്റ് വൺ, പർച്ചേസ് ഓഫ് എ കമ്പ്യൂട്ടർ ഫോർ ഓഫീസ് യൂസ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേമിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു അസെറ്റ് ആണ്. അതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കൂല. ഓക്കെ, റിപ്പയേഴ്സ് ടു ഫാക്ടറി എക്യുപ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോർമലി റിപ്പയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് എക്സ്പെൻസ് ആണ്. മെയിൻ്റനൻസ്, റിപ്പയേഴ്സ് ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് SOP-ൽ കാണിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ റീസെയിൽ ടു കസ്റ്റമർ.
റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? എക്സ്പെൻസ് ആണ്. നേരെ മറിച്ച് ലോങ് ടേമിന് ബിസിനസ്സിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. സോ ഇവിടെ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും. ഓക്കെ, ഇനി പർച്ചേസ് ഓഫ് എ സോഫ്റ്റ്വെയർ ലൈസൻസ്. സോഫ്റ്റ്വെയർ ലൈസൻസ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതിന് നമ്മൾ എന്തായിട്ട് കാണിക്കൂല? എക്സ്പെൻസ് ആയിട്ട് കാണിക്കൂല. ഓക്കെ, സോ ബി ആൻഡ് സി വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇനി question number 7. For each car, which account should be debited to reflect the acquisition car for sale? Okay, for acquisition. For each car, which account should be debited to reflect the acquisition? സോ രണ്ട് കാറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ ഏത് അക്കൗണ്ട് ആണ് ഡെബിറ്റിൽ കാണിക്കേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത്. ഹംസ റെൻസ് എ ബിസിനസ് സെല്ലിംഗ് കാർസ്. ഹംസയുടെ ബിസിനസ് എന്താ? കാർ സെയിൽ ചെയ്യുന്ന ബിസിനസ് ആണ്. ഹി പർച്ചേസ് 2 cars at auction. One will be sold to a customer and the other will be used by one of his managers for the next 18 months. സോ ഒന്ന് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നൊരു കസ്റ്റമറിനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി കാർ ബിസിനസ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ വെക്കാണ്ടിട്ട് നമ്മൾ കാർസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും, ഗുഡ്സ് ആയിരിക്കും, ഇൻവെൻട്രീസ് ആയിരിക്കും. സോ ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്താ? എക്സ്പെൻസ് ആണ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. ഓക്കെ, പക്ഷെ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അസറ്റ് ആയിരിക്കും അല്ലേ? സോ ഒന്ന് ബിസിനസ്സിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ കസ്റ്റമറിന് കൊടുക്കുന്നത് എക്സ്പെൻസും ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് വൺ, കാർസ് ഫോർ സെയിൽ ടു കസ്റ്റമർ. കസ്റ്റമറിന് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? പർച്ചേസ് എക്സ്പെൻസ് ആണ്. സോ ഡെബിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ദെൻ കാർ ഫോർ യൂസ് ബൈ മാനേജർ. മാനേജർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെന്തായിരിക്കും? അസറ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവും. സോ ഡെബിറ്റിൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? അസറ്റ്, ടാഞ്ചിബിൾ നോൺ കറന്റ് അസറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For each of the following items, choose whether they should be classed as asset, expenditure or expense. So SOP-ൽ കാണിക്കേണ്ട എക്സ്പെൻസ് ആണോ അതോ ഇതിനെ അസറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത് നമ്മളോട് ചോദിച്ചുള്ളത്? റവന്യൂ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കേണ്ടത് അതോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടോ കാണിക്കണം എന്നുള്ളത് ചോദിച്ചുള്ളത്. ഓക്കെ, പ്യൂറി റെൻസ് എ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് where he sells computer equipment. സോ കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് എന്ത്? നമ്മളത്. ഓക്കെ, സോ ഫസ്റ്റ് വേണം നോക്കാം. ക്വാർട്ടർലി റെൻറ്റ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല. റെൻറ്റ് എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും? ഒരു എക്സ്പെൻസ് ആയിരിക്കും. കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് ഫോർ റീസെയിൽ. റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതെന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും. ബിൽഡിംഗ് ഇൻഷുറൻസ്. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇൻഷുറൻസും നോർമലി എന്തായിരിക്കും? റവന്യൂ എക്സ്പെൻസ് ആയിരിക്കും. ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ്. ഫിക്സ്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ്സ് എന്താ? അസറ്റ് ആണല്ലേ? സോ ദാറ്റ് ഈസ് എൻ അസറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ സെയിം ഫോർമാറ്റിലൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ മിൻഹോയ്സ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ? സോ ഈ വർഷത്തെ പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മിൻഹു ഈസ് എ സോൾ ട്രേഡർ ഹു ഹാസ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ അബൌട്ട് ഹർ ബിസിനസ്. ഓക്കെ, സോ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസർ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ അറിയാം. Opening capital plus additional capital ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ക്ലോസിങ് നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്ലോസിങ് ക്യാപിറ്റൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ 50,000, drawings 30,000, capital introduced 40,000. Okay, $50,000 profit നമുക്കറിയില്ല. additional capital 40,000. drawings
30,000. ഓക്കെ, സോ ഇത് ഫുൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടണം? 120,000 കിട്ടണം. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ 120,000 കിട്ടണം. ഓക്കെ, സോ 90,000 മൈനസ് 30,000 60,000 കിട്ടും. ഇതെല്ലാതും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എത്ര കിട്ടുന്നത്? 60,000 മാത്രമേ കിട്ടുന്നത്. പക്ഷെ എത്ര കിട്ടണം? 120,000 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻസ് ആയിരിക്കും എന്ത്? നമ്മുടെ പ്രോഫിറ്റ് എലമെന്റ് എന്ന് പറയുന്നത്. സോ 60,000 120,000 ആകണമെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും പ്രോഫിറ്റ് വരേണ്ടി വരിക? ഒബ്വിയസ്ലി 60,000 ആയിരിക്കും പ്രോഫിറ്റ് എലമെന്റ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ദ എമൗണ്ട് വിൽ ബി 60,000. ഓക്കെ, സി. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, which two of the following items would be classified as revenue expenditure? സോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ എന്താ? SOP-യിൽ നമ്മൾ കാണിക്കുന്ന എക്സ്പെൻസിനാണ് എന്ത് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ എ കമ്പനി ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്. ഒരു കമ്പനീൻ്റെ ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ കറന്റ് അസറ്റിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുന്നുണ്ടാവും അല്ലേ? സോ പർച്ചേസ് ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോൺ കറന്റ് അസറ്റ് ആണ്. അതെന്തല്ല? എക്സ്പെൻസ് അല്ല, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഇൻഷുറൻസ്, ദാറ്റ് ഈസ് ഓക്കെ, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ബിസിനസിൻ്റെ യൂസിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് എക്സ്പെൻസാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതിനെ അസെറ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. നേരെ മറിച്ച് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലോ അതിന് റവന്യൂ എക്സ്പെൻസ് ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവും. പേയ്മെന്റ് ഓഫ് സെയിൽസ് സ്റ്റാഫ് വേജസ്, എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കുക. എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? അതെന്താണ്? ഒബ്വിയസ്ലി റവന്യൂ എക്സ്പെൻസ് ആണ്. ഓക്കെ, അതിനെ SOP-യിലായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവും. സോ ആൻസർ വിൽ ബി B and D. ഓക്കെ, സോ വി കംപ്ലീറ്റഡ് 2 chapters. ഇനി 3rd ചാപ്റ്റർ ആണ്. അതിന് മുന്നേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 minutes ബ്രേക്ക് എടുക്കാം. ഓക്കെ.
I think so. Okay, to determine whether the company is a going concern. കമ്പനി ഗോയിങ് കൺസേണിലാണോ അല്ലേ എന്നുള്ളത് നോക്കുന്നത് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഡിസ്ക്ലോസ് ചെയ്യലല്ല ഡ്യൂട്ടി, റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് മാനേജ് ചെയ്യൽ, റിസ്കിനെ മാനേജ് ചെയ്യലാണ് ആരുടെ ഡ്യൂട്ടി, ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ടു പ്രിപ്പയർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതും ആരുടെ ഡ്യൂട്ടിയാണ്, ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി. സോ ആൻസർ വിൽ ബി ബി ആൻഡ് ഡി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫൈൻസ് ദ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ ഡയറക്റ്റ്ലി പഠിച്ചിട്ടുണ്ട് ഡെഫിനിഷൻ വെച്ചിട്ട്. അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഓണർ വേറെ ബിസിനസ് വേറെ എന്നുള്ള ഒരു കൺസെപ്റ്റിന് എന്ത് പറയുന്നത്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഓണറുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവില്ല. ബിസിനസിൻ്റെ വ്യൂ പോയിന്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. സോ ഫോർ അക്കൗണ്ടിങ് പർപ്പസ്, സോൾ ട്രേഡർ ആണെന്നുണ്ടെങ്കിലും പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടേക്ക് വരുന്നൊരു കൺസെപ്റ്റ് ആണെന്ത്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഓണർ വേറെ അതേപോലെ ബിസിനസ് വേറെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനാണ് എന്ത് പറയുന്നത്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയും. സോ ബിസിനസിൻ്റെ വ്യൂ പോയിന്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇതാ ആൻസർ വരിക, ഡയറക്ട്ലി പറയുന്നുണ്ടല്ലേ ഡി. ഫോർ അക്കൗണ്ടിങ് പർപ്പസ് ദ ബിസിനസ് ഈസ് ഓൾവേസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ്ലി ഫ്രം ഇറ്റ്സ് ഓണർ. ഓക്കെ, ഇനി which one of the following accounting concepts relates to the capitalization of a leased motor vehicle even though he does not own the vehicle? Okay, so question ഒന്നുകൂടെ വായിക്കണം. which one of the following accounting concepts relates to the capitalization of a leased motor vehicle? so അല്ലിൻ്റെ മോട്ടോർ വെഹിക്കിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്നുണ്ട്, അസറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് ഏത് കൺസെപ്റ്റിൻ്റെ ബേസിലാണെന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, so Ali has leased a motor vehicle for use in his business. He pays lease rental over a 36-month contract period. So Ali എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോട്ടോർ വെഹിക്കിൾ ലീസിന് എടുത്തിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്തതല്ല, അലി പേഴ്സണലി ആസറ്റ് എന്ത് ചെയ്യുന്നില്ല, ഓൺ ചെയ്യുന്നില്ല, പക്ഷെ ലീസിന് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Ali's accountant has told him that the motor vehicle has to be included under non-current asset in the statement of financial position even though Ali does not legally own the vehicle. സോ അല്ലി ലീഗലി വെഹിക്കിൾ ഓൺ ചെയ്യുന്നില്ലെങ്കിലും എക്കണോമിക് റിയാലിറ്റിയിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, അലിയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലി അതിനെ അസറ്റായിട്ട് ഇവിടെ കാണിക്കണമെന്ന് അക്കൗണ്ടന്റ് പറയുന്നുണ്ട്. സോ ഇത് ഏത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ബേസിലാണ് ഈ ഒരു മോട്ടോർ വെഹിക്കിളിനെ നമ്മൾ അസറ്റായിട്ട് കാണിക്കുന്നത്, മെറ്റീരിയാലിറ്റി, അക്രൂവൽസ്, കൺസിസ്റ്റൻസി, ഇതൊന്നും ഒരു ബന്ധമില്ലാത്ത കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. സബ്സ്റ്റാൻസ് ഓവർ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്കണോമിക് റിയാലിറ്റിയിൽ എന്താണുള്ളത് അതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലാതെ ലീഗൽ ഡെഫിനിഷൻസിനോ ലീഗൽ ഫോമിനോ അല്ല കൊടുക്കേണ്ടത്. ലീഗലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആസറ്റ് ഓൺ ചെയ്യുന്നില്ല, പക്ഷേ എക്കണോമിക് റിയാലിറ്റിയിൽ ആസറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും അതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നത് നമുക്കാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആസറ്റിനെ ഇവിടെ ആ വെഹിക്കിളിനെ നമ്മൾ എന്തായിട്ട് കാണിക്കുന്നത്, ഇവിടെ അസറ്റ് ആയിട്ട് കാണിക്കുന്നത്. സോ ഏത് കൺസെപ്റ്റ് ആയിരിക്കും, സബ്സ്റ്റാൻസ് ഓവർ ഫോം, ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീസിന് എടുത്തിട്ട് പോലും ആസറ്റിന് എന്ത് ചെയ്യുന്നത്, അസറ്റ് ആയിട്ട് കാണിക്കുന്നത്, ആ വെഹിക്കിളിനെ നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, സോ ആൻസർ വിൽ ബി ഡി. Indicate whether each of the following statements about the qualitative characteristics of financial information is true or false. Again, qualitative characteristics നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ടമെന്റൽ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു, എൻഹാൻസിങ് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ഫണ്ടമെന്റലിന് റെലവൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ റിപ്രസെൻറ്റേഷൻ, ദെൻ എൻഹാൻസിങ്ങിൽ കമ്പാരബിലിറ്റി, വെരിഫയബിലിറ്റി, ടൈംലിനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് റിലേറ്റ് ചെയ്ത് ഇവർ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ട്രൂ ഏതൊക്കെയാണ് ഫാൾസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നോട്ട്സ് ടു ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഹൗ എ ബിസിനസ് അക്കൗണ്ട്സ് ഫോർ ഇറ്റ്സ് ട്രാൻസാക്ഷൻസ്. നോട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരുടെ ട്രാൻസാക്ഷനെ എങ്ങനെ അക്കൗണ്ട് ചെയ്തു, ഏത് മെത്തേഡിൽ കാൽക്കുലേഷൻ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻഷുറിങ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. ദാറ്റ് ഈസ് ട്രൂ. നമ്മൾ പഠിക്കുന്നതാണ്, നോട്ട്സ് നമ്മൾ കൊടുക്കുന്നത് യൂസേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അസറ്റ്സിന് എങ്ങനെ മെഷർ ചെയ്തു, എക്സ്പെൻസ് എങ്ങനെ മെഷർ ചെയ്തു, ഇൻകം എങ്ങനെ മെഷർ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഒരു നോട്ട്സ് കൊടുക്കുന്നത്. സോ അതന്നെയാണ് ഇവർ പറയുന്നത്, ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, ഇനി financial information is backed up by documentation that provides evidence of its occurrence. This is an example of comparability. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏത് ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഫൈനാൻസ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സോഴ്സ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവർ പറയുന്നത് കമ്പാരബിലിറ്റിക്ക് വേണ്ടിയിട്ടെന്നുള്ളതാണ്. ഒരു സെയിൽസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെയിൽസ് ഇൻവോയ്സ് ഉണ്ടാവും, പർച്ചേസ് നടക്കുകയാണെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ്, പർച്ചേസ് ഓർഡർ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ പർപ്പസ് ഇവർ പറയുന്നത് കമ്പാരിസന് വേണ്ടിയിട്ടെന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ല, ഈ ഒരു സോഴ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വെരിഫയബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവർ പറയുന്നത് കമ്പാരബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ ഇതെന്താണ്, ഫാൾസ് ആണ്. ഓക്കെ, financial information is prepared on a regular basis to ensure management can react quickly. This is an example of timeliness. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നമ്മൾ എപ്പോഴും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഓൺ ടൈം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമിൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് കറക്റ്റ്ലി ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അതെന്താണ്, ട്രൂ ആണ്. ഓക്കെ, ഇനി a new international financial reporting standard has just been released. Which of the following accounting regulatory bodies is responsible for providing guidance on disclosure requirements where there is uncertainty in the original standard? സോ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഗൈഡൻസ് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡി ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കറിയാലേ, ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്, IFRS ഇന്റർപ്രിറ്റേഷൻ കമ്മിറ്റിയാണ്. ഇതൊക്കെ ഡയറക്റ്റ്ലി നമ്മൾ പഠിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക, ഗൈഡൻസ് ചെയ്ത് ആഫ്റ്റർ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്തതിനു ശേഷം ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്ന ആരായിരിക്കും, ഇന്റർപ്രിറ്റേഷൻ കമ്മിറ്റി ആയിരിക്കും. ഓക്കെ, ഓക്കെ, സോ 3 ചാപ്റ്റേഴ്സിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 6 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതിൽ 3 ചാപ്റ്റേഴ്സ് ഹാഫ് പോർഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം എന്ത് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ 10:47 ആയിട്ടുണ്ട്. ഒരു 11:05 എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഓക്കെ, അതുവരെ ബ്രേക്ക് എടുക്കാം.
ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങല്ലേ. And then chapter 4, accounting systems and maintaining accounting records. Okay. Okay. So first question നോക്കാം. Which two of the following documents are sent by a business to their customer? So supplier കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ്, സോഴ്സ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കസ്റ്റമർ സപ്ലയറിന് അയച്ചു കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കസ്റ്റമർ സപ്ലയറിന് അയച്ചു കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. സോ ദാറ്റ് ഈസ് നോട്ട് സംതിങ് സെൻഡ് ബൈ സപ്ലയർ. ദെൻ കൊട്ടേഷൻ. കൊട്ടേഷൻ ആരാർക്ക് അയച്ചു കൊടുക്കുന്നതാണ്? സപ്ലയർ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബിസിനസ് കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. റെമിറ്റൻസ് അഡ്വൈസ്, അത് കസ്റ്റമർ പേയ്മെന്റ് ചെയ്ത മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ സപ്ലയറിന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് റെമിറ്റൻസ് അഡ്വൈസ്. സോ ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. സെയിൽസ് ഇൻവോയ്സ്. സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയുന്നത് സപ്ലയർ അല്ലെങ്കിൽ ബിസിനസ് കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നതാണ് ഫോർ റിക്വസ്റ്റിംഗ് പേയ്മെന്റ്. പേയ്മെന്റ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സപ്ലയർ അല്ലെങ്കിൽ ബിസിനസ് കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ഡോക്യുമെന്റ് ആണ് എന്ത്? സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബി ആൻഡ് ഡി വിൽ ബി ദ ആൻസർ. ഓക്കെ, അടുത്ത നോക്കാം. സ്റ്റേറ്റ് വെദർ each of the following transactions would be recorded in the general ledger automatically or by using manual journals. സോ താഴെ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ലെഡ്ജറിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് റെക്കോർഡ് ചെയ്യോ ഓർ മാനുവലി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, സോ ഈ ബിസിനസ് ഓപ്പറേറ്റ് സിസ്റ്റം വേർ സെയിൽസ് ആൻഡ് പർച്ചേസ് മൊഡ്യൂൾ ആർ ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ജനറൽ ലെഡ്ജർ മൊഡ്യൂൾ. സോ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അതാണ്. സെയിൽസും പർച്ചേസ് മൊഡ്യൂൾ എന്താണ്? ജനറൽ ലെഡ്ജറുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് ഒരു ബിസിനസ്സിൽ സെയിൽസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സെയിൽസിലും ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിലൊക്കെ എന്താവും? ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആവും. പർച്ചേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിലും ട്രേഡ് പേബിൾസ് അക്കൗണ്ടിലൊക്കെ എന്താവും? ഓട്ടോമാറ്റിക്കലി ഇതെന്താവും? റെക്കോർഡ് ആവും. മാനുവൽ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്? ഇൻറ്റിഗ്രേറ്റഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. The bank inventory and non-current asset records are on systems that are not integrated with general ledger. So bank inventory, non-current asset ഇതൊന്നും ledger ആയിട്ട് എന്തല്ല, കണക്റ്റഡ് അല്ല. അപ്പോൾ ഇതൊക്കെ മാനുവലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ സെയിൽസ് ആൻഡ് പർച്ചേസ് റിലേറ്റ് ചെയ്ത് എന്ത് ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവും. പക്ഷേ അതല്ലാത്ത ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇയർ എൻഡ് അഡ്ജസ്റ്റ്മെന്റ് to record outstanding liabilities not yet invoiced. നമ്മൾ മാനുവൽ എൻട്രി കൊടുക്കേണ്ടി വരും, കാരണം ഇവിടെ സെയിൽസ് ആൻഡ് പർച്ചേസ് മാത്രമാണ് ഇൻറ്റഗ്രേറ്റഡ്. അത് മാത്രമല്ല ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവുക. ലൈബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവില്ല. നമ്മൾ മാനുവലി കൊടുക്കേണ്ടി വരും. ഓക്കെ, കറക്ഷൻ ഓഫ് എറേഴ്സ് ഇൻ ദ ജനറൽ ലെഡ്ജർ. എറേഴ്സ് കറക്റ്റ് ചെയ്യലും നമ്മൾ മാനുവലി എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. സെയിൽസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു എ ന്യൂ കസ്റ്റമർ, അത് ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവും. പർച്ചേസ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ ഫോർ ക്യാഷ് ഫോർ ലോങ് ടേം യൂസ് ഇൻ ദ ബിസിനസ്, നമ്മൾ പറഞ്ഞു നോൺ കറന്റ് അസെറ്റ് അതെന്തല്ല, ഇൻറ്റിഗ്രേറ്റഡ് അല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓട്ടോമാറ്റിക്കലി അല്ല, മാനുവലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളത്. സോ അതിനും മാനുവൽ ജേണൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. State whether the following statements regarding an accounting system are true or false. അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മളോട് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, an accounting system allows management to monitor their spending in areas such as capital expenditure and payment of utility bills. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ എന്താ? അസറ്റിൻ്റെ ഡീറ്റെയിൽസ്. യൂട്ടിലിറ്റി ബിൽസ് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റി എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഒരു SOFP അല്ലെങ്കിൽ SOPയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ? സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. SOPയിൽ നോർമൽ എക്സ്പെൻസ്, റവന്യൂ എക്സ്പെൻസ് കാണിക്കുന്നുണ്ട്. SOFPയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആസറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളത്. സോ ദാറ്റ് ഈസ് ട്രൂ. An accounting system allows management to value their business entity because it records assets and liabilities. അത് ഫാൾസ് ആണ്. നമ്മൾ
SOP നോക്കിക്കഴിഞ്ഞാലും SOFP നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഇൻകം, എക്സ്പെൻസ് അല്ലെങ്കിൽ അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ ഒരു ബിസിനസ്സിനെ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന്റെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് വാല്യൂ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊന്നും അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ വെദർ ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് ആർ ഇഷ്യൂഡ് ബൈ കസ്റ്റമർ ഓർ ദ സപ്ലയർ. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് കസ്റ്റമർ കൊടുക്കുന്നതാണോ ഒരു സപ്ലയർ ഇഷ്യൂ ചെയ്യുന്നതാണോ എന്ത് ചെയ്യണം? നമ്മൾ പറയണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ കൊട്ടേഷൻ. കുറച്ച് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അത് സപ്ലയർ കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറി നോട്ട്, ഇതൊക്കെ സപ്ലയർ കസ്റ്റമർ അയച്ചു കൊടുക്കുന്ന, ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന ടൈമിൽ സപ്ലയർ കസ്റ്റമറിന് ഗുഡ്സ് സെൻഡ് ചെയ്തു എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? ഗുഡ്സ് ഡിസ്പാച്ച് നോട്ട് എന്ന് പറയുന്നത്. സെയിൽസ് ഇൻവോയ്സ് എഗെയിൻ സപ്ലയർ അയച്ചു കൊടുക്കുന്നതാണ്. റെമിറ്റൻസ് അഡ്വൈസ് കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, കസ്റ്റമർ സപ്ലയറിന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് റെമിറ്റൻസ് അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടു ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്രൈബ് ദ പർപ്പസ് ഓഫ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്? സോ ആദ്യം എന്താണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അല്ലെങ്കിൽ GRN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലയർ നമുക്ക് ഗുഡ്സ് അയക്കുന്ന ടൈമിൽ നമുക്ക് എന്തൊക്കെ ഗുഡ്സ് കിട്ടി എന്ന് കൺഫേം ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ഒരു ഇന്റേണൽ എവിഡൻസ് ഡോക്യുമെന്റ് ആണ് എന്ത്? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പർച്ചേസ് ഓർഡറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാച്ച് ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളിൽ തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് എന്തൊക്കെ ഗുഡ്സ് കിട്ടി എന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ ഇന്റേണലി പ്രിപ്പയർ ചെയ്യുന്ന, കസ്റ്റമർ ഇന്റേണലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ പർച്ചേസ് ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? മാച്ച് ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കണമെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ പർപ്പസ് ഇതൊക്കെ പറയുന്നുണ്ടാവുക. എന്താ പറയുന്നത്? ടു പ്രൊവൈഡ് ഇന്റേണൽ എവിഡൻസ് ഓഫ് ദ ഐറ്റംസ് ഡെലിവേർഡ് ബൈ ദ സപ്ലയർ. സോ അത് കറക്റ്റ് ആണ്. സപ്ലയർ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ഇന്റേണലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയുന്നത്. ടു എൻഷുർ ദാറ്റ് ദ ബിസിനസ് ഓൺലി പേസ് ഫോർ ദ ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഡെലിവേർഡ്. അതും കറക്റ്റ് ആണ്. നമുക്ക് കിട്ടിയ ഗുഡ്സിന് മാത്രമാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്തുക്കണു എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? GRN യൂസ് ചെയ്യാറുണ്ട്. കാരണം GRN നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഗുഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവുക? പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, then C എന്താ പറയുന്നത്? ടു പ്രൊവൈഡ് റിട്ടേൺ കൺഫർമേഷൻ ഫ്രം ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഡെലിവേർഡ്. അത് ഗുഡ്സ് ഡെലിവേർഡ് നോട്ടാണ്. ഓക്കെ, ഓർ ഗുഡ്സ് ഡിസ്പാച്ച് നോട്ടാണ്. ഓക്കെ, ടു ഇൻഡിക്കേറ്റ് ഹൗ മച്ച് ഈസ് ഓ ടു സപ്ലയർ ഫോർ ദ ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഡെലിവേർഡ്. അത് ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു? സപ്ലൈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. ഇതിങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് പർപ്പസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements is a benefit to business adopting computerized accounting system to record financial information? സോ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ് ചോദിക്കുന്നത്. ലോവർ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അത് മാനുവൽ സിസ്റ്റത്തിനേക്കാളും എന്തായിരിക്കും? കോസ്റ്റ്ലി ആണെന്നുള്ളതാണ്. ലോവർ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഇറാഡിക്കേറ്റ് സ്റ്റെപ്സ് ടു സെക്യൂരിറ്റി ആൻഡ് തെഫ്റ്റ്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് നടക്കാം? തെഫ്റ്റും ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാം. അവിടെ സ്റ്റിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. ഇവർ പറയുന്നത് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതും കറക്റ്റ് അല്ല. ഇൻഫോർമേഷൻ റെക്കോർഡ് ഈസ് ലൈക്ലി മോർ ആക്യുറേറ്റ് വൈൽ കമ്പയറിംഗ് വിത്ത് മാനുവൽ എൻട്രി. മാനുവൽ എൻട്രി വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം? ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അത് കറക്റ്റ് ആണ് അല്ലേ? ഇനി കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആർ മോർ യൂസർ ഫ്രണ്ട്ലി. അതെന്താ കറക്റ്റ് ആണോ? അല്ല. കാരണം സ്റ്റിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്? ഫാൾസ് ആണ്. സോ ബെനിഫിറ്റ് ചെയ്ത് മാത്രം C മാത്രമായിരിക്കും വരുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്യൂച്ചർ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ അല്ലാത്തത് ഏതാണെന്നുള്ള ചോദിച്ചുള്ളത്. ഏതൊക്കെ ഫ്യൂച്ചർ എന്നല്ല ചോദിച്ചുള്ളത്, ആ ഫ്യൂച്ചർ അല്ലാത്ത ഏതാണെന്നുള്ള ചോദിച്ചുള്ളത്. സോ ഫസ്റ്റ് വൺ, അലോസ് ബാക്കപ്പ് ഓഫ് ഡാറ്റ ഇൻ ദ ഇവന്റ് ഓഫ് ലോസ് ഫയൽ. അത് അതിൻ്റെ ഒരു ഫീച്ചറാണ്. നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഡാറ്റാസ് ബാക്കപ്പ് ചെയ്യാൻ പറ്റും.
ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് അതർ മാനേജ്മെന്റ് സിസ്റ്റംസ് ടു ഒബ്സർവ് ട്രാൻസാക്ഷൻ ട്രെയിൽസ്. അതും കറക്റ്റാണ്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സെയിൽസ് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എവിടെ വരും? ട്രേഡ് റിസീവബിൾസിലും സെയിൽസ് അക്കൗണ്ടിലും വരും. ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ആയിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ വരുന്നുണ്ടാവുക. അതും നമ്മൾ പഠിക്കുന്നതാണ് ക്ലാസ്സിൽ. സോ അതെന്താണ്? കറക്റ്റാണ്. ഇറ്റ് പ്രൊവൈഡ്സ് റിയൽ ടൈം മാനേജ്മെന്റ് റിപ്പോർട്ട്സ്. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് റിപ്പോർട്ട്സ്, റിയൽ ടൈം ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സലിൽ ഞാൻ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പോയിന്റ് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചാർട്ടായിട്ടും അനലിറ്റിക്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റിയൽ ടൈം ഡാറ്റ തരുന്നുണ്ട്. മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് റിമോട്ട്ലി. അത് കറക്റ്റ് ആണോ? അല്ല. ഇപ്പം ഇപ്പം ഇവിടെ ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഐപോഡിൽ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം എനിക്ക് മാത്രം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും, വേറെ ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വേറെ പേരാണ് പറയല്. എന്തായിരുന്നു? ക്ലൗഡ് കമ്പ്യൂട്ടിങ്. ഓക്കെ, സോ ഇതിൻ്റെ ഫ്യൂച്ചർ അല്ലാത്തത് ഏതാണ്? മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ യൂസ് ദ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ റിമോട്ട്ലി. സിംഗിൾ യൂസറിന് മാത്രമേ ഉള്ളൂ അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റുക? യൂസ് ചെയ്യാൻ പറ്റുക. സോ ഫ്യൂച്ചർ അല്ലാത്ത ഏതായിരിക്കും? ഡി. ഇനി കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. റിക്വയർമെന്റ് നോക്കാം. അറ്റ് വാട്ട് സ്റ്റേജ് വുഡ് ദ സെയിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ സെയിൽസ് അക്കൗണ്ട് ആൻഡ് ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ട് ഇൻ ദ ജനറൽ ലെഡ്ജർ? ഓക്കെ, സോ ഇവിടെ ഒരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിലാണ് സെയിൽസ് അക്കൗണ്ടിലും ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിലും അത് റിഫ്ലക്റ്റ് ആവുക എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. ഓക്കെ, സിൽവിയ ഹാസ് എ ബിസിനസ് സെല്ലിംഗ് ഹാൻഡ് മെയ്ഡ് ചിൽഡ്രൻ ടോയ്സ് ഓൺലൈൻ. Some of her customers, such as Michael, are well-established retailers, and Sylvia gives these customers 1 month's credit. സോ മൈക്കിളിനെ പോലത്തെ കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്സ് ഒക്കെ ക്രെഡിറ്റിനാണ് അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, സിൽവിയ റെക്കോർഡ്സ് ഓൺ എ സെയിൽസ് മൊഡ്യൂൾ വിച്ച് ഇസ് ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ദ അക്കൗണ്ടിംഗ് സിസ്റ്റം so that the details of sales and trade receivables are automatically posted to ledger account in the accounting system. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതൊരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ആണ്. എപ്പോഴാണോ സെയിൽസ് ഇൻവോയ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെയിൽസ് ലെഡ്ജറിലും ട്രേഡ് റിസീവബിൾസ് ലെഡ്ജറിലും എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആവുന്ന പറയുന്നത്. കാരണം എന്താ? അതൊരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ആണ്. എപ്പോഴാണ് ഇത് റിഫ്ലക്റ്റ് ആവുന്നത്? ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഇൻവോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക? ഇത് റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, Sylvia received an order from Michael. Sylvia checked the inventory and confirmed acceptance of the order by email. സോ ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഇൻവെൻട്രി കൺഫേം ചെയ്തിട്ട് ഡെലിവറി നോട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എ ഡെലിവറി നോട്ട് വാസ് പ്രൊഡ്യൂസ്ഡ് ഷോയിങ് മൈക്കിൾസ് അഡ്രസ് ഫോർ ദ ഡെലിവറി. സോ ഡെലിവറി നോട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എലോങ് വിത്ത് ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഐറ്റം സെൻഡ്. സോ ഡെലിവറി നോട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്തൊക്കെ ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടോയ്സിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. Following the delivery, an invoice was produced by the system and sent to Michael. സോ ഡെലിവറി നോട്ട് പ്രൊഡ്യൂസ് ചെയ്തു, ഇൻവോയ്സ് പ്രൊഡ്യൂസ് ചെയ്തു, നമുക്ക് സെയിൽസ് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഇൻവെൻട്രി കൺഫേം ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഏത് സ്റ്റേജിലാണ് ഈ ഒരു സെയിൽസ് അക്കൗണ്ടിലും ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിലും റിഫ്ലക്റ്റ് ആവുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നമ്മൾ സെയിൽസ് ഇൻവോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക? സെയിൽസ് അക്കൗണ്ടിലും ട്രേഡ് റിസീവബിൾസ് അക്കൗണ്ടിലും ഓട്ടോമാറ്റിക്കലി എന്താവുക? റിഫ്ലക്റ്റ് ആവുന്നുണ്ടാവുക. സോ ഏതായിരിക്കും ഇതിന് ആൻസർ വരുന്നുണ്ടാവുക? ഡി, വെൻ ദ ഇൻവോയ്സ് വാസ് പ്രൊഡ്യൂസ്ഡ്. അല്ലേ, ഇൻവോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഓട്ടോമാറ്റിക്കലി സെയിൽസ് അക്കൗണ്ടിലും അതേപോലെ റിസീവബിൾസ് അക്കൗണ്ടിലും ഇത് റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വുഡ് ബി ദ കറക്റ്റ് ജേർണൽ in Ludwig's general ledger to reflect the credit note? സോ ക്രെഡിറ്റ് നോട്ട് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? സെയിൽസ് റിട്ടേൺ ടൈമിൽ നമ്മൾ അയക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയും. അപ്പോൾ ആ സെയിൽസ് റിട്ടേൺ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് ചോദിച്ചുള്ളത്. സെയിൽസ് റിട്ടേണിൻ്റെ ജേർണൽ എന്താ? ഡെബിറ്റ്, സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റിനാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് ആയിരിക്കും വരുന്നുണ്ടാവും. അല്ലേ, ഓക്കെ. സെയിൽസ് റിട്ടേൺ ജേർണൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ്, സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റ്, ക്യാഷ് ഓർ ട്രേഡ് റിസീവബിൾസ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കേണ്ട ആവശ്യം തന്നെയല്ല. ഓക്കെ, ആ റിക്വയർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ പറയാൻ പറ്റും. ഇതിൽ എ
ഡെബിറ്റിൽ സെയിൽസും ക്രെഡിറ്റിൽ ട്രേഡ് പേബിൾസ് വരുന്നത്. അത് കറക്റ്റ് ആണോ? അല്ല. ബി ഡെബിറ്റിൽ ട്രേഡ് റിസീബിൾസ് വരുന്നത്. അതും ഇൻകറക്റ്റ് ആണ്. സി ഡെബിറ്റിൽ ട്രേഡ് പേബിൾസ് വരുന്നത്. അതും ഇൻകറക്റ്റ് ആണ്. ഡിയോ ഡെബിറ്റിൽ സെയിൽസ് വരുന്നു, ക്രെഡിറ്റ് ട്രേഡ് റിസീബിൾസ് വരുന്നു. നമ്മൾ പറഞ്ഞ കറക്റ്റ് എൻട്രി ഇവിടെ വരുന്നുണ്ട്. നീ എമൗണ്ട് നോക്കിയാലെങ്കിലും എന്തായാലും ജേണൽ എൻട്രി അത് മാത്രമേ വരാം. അപ്പം തന്നെ ഞാൻ പറയാം ഡി ആയിരിക്കും എന്ത് ആൻസർ എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇൻഫോർമേഷനോട് വായിക്കാം. ജോഹൻ ബോട്ട് സം ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ലുഡ്വിഗ് ഫോർ $1,000. സോ 1000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലുഡ്വിഗിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. When the goods arrived at Johan's warehouse, it is discovered that 20% of goods were faulty. So 1000 20%, which is 200 എന്തായിരുന്നു? faulty ആയിരുന്നു. The value of the faulty goods was 200. Ludwig had already sent an invoice of $1,000 for the goods, so issued a credit note to Johan for 200. There was no sales tax or discounts. So ഇവിടെ സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 200 ആണ്. അതിന് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സെയിൽസ് ഓർ ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് ട്രേഡ് റിസീവ്സ്. അത് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്. സോ ആൻസർ ഇതായിരിക്കും വരുന്നുണ്ടാവുക ഡി. ഓക്കെ, ഡെബിറ്റ് സെയിൽസ് 200, ക്രെഡിറ്റ് ട്രേഡ് റിസീവ്സ് 200. ഓക്കെ, സോ ചാപ്റ്റർ 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു 1 minute ബ്രേക്ക്. ഓക്കെ, സോ ചാപ്റ്റർ 5 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ജേർണൽസ് വിൽ ബി മെയ്ഡ് ഇൻ ദ ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദീസ് ക്യാഷ് ട്രാൻസാക്ഷൻ? സോ നമുക്ക് ഓൾറെഡി ഒരു ലെഡ്ജറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്യാഷ് ലെഡ്ജറിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ടോട്ടൽ ഈ ഒരു ലെഡ്ജർ നോക്കുന്ന ടൈമിൽ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് 2800 ആണ്. ടോട്ടൽ കോളത്തിൽ നമുക്ക് ടോട്ടൽ എത്ര എഴുതിയിട്ടുണ്ട്? 2800 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ടോട്ടലിൽ 2000 നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാ? കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ബാക്കി 800 ക്യാഷ് സെയിലിന് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ നോക്കുന്ന ടൈമിൽ ടോട്ടൽ ക്യാഷ് 2800 കിട്ടിയിട്ടുണ്ട്. അതിൽ റിസീവബിൾസ് കാരണം തരാനുള്ള കസ്റ്റമേഴ്സ് എത്ര വന്നിട്ടുണ്ട്? 2000 വന്നിട്ടുണ്ട്. ക്യാഷ് സെയിൽ കാരണം എത്ര കിട്ടിയിട്ടുണ്ട്? 800 കിട്ടിയിട്ടുണ്ട്. സോ എന്തായിരിക്കും ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നുണ്ടാവുക? ടോട്ടൽ ക്യാഷ് ഡെബിറ്റ് ബാങ്ക് ഓർ ക്യാഷ് 2800. കിട്ടാനുള്ള എമൗണ്ട് കിട്ടുന്ന ടൈമിൽ എന്ത് കുറയും? റിസീബിൾസ് കുറയും. സോ ക്രെഡിറ്റ് ട്രേഡ് റിസീബിൾസ് 2000. ദെൻ സെയിൽസ് നടക്കുന്ന ടൈമിൽ ക്രെഡിറ്റ് സെയിൽസ് എത്ര? 800. ഇതായിരിക്കും ഇതിൻ്റെ ജേർണൽ എൻട്രി വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞ ജേർണൽ എൻട്രി ആയിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണ്? സിയിലെ ഡെബിറ്റ് ബാങ്ക് 2800, ക്രെഡിറ്റ് റിസീബിൾസ് 2000, ക്രെഡിറ്റ് സെയിൽസ് 800. ഓക്കെ, ഇനി പെറ്റി ക്യാഷിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസ്ക്രൈബ് വാട്ട് വിൽ ഹാപ്പൻ ടു ദ പെറ്റി ക്യാഷ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്? സോ പെറ്റി ക്യാഷ് ബാലൻസിന് എന്താണ് സംഭവിക്കുക? ഈ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, സോ Kin uses $34 in petty cash to pay a window cleaner. So Kin
ഒരു പെറ്റി ക്യാഷ് യൂസ് ചെയ്യുന്നുണ്ട്. പെറ്റി ക്യാഷിൽ ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ടായിരുന്നു? 34 ഉണ്ടായിരുന്നു. 34 ആണ് സ്പെൻഡ് ചെയ്തുള്ളത്. കിൻ യൂസസ് $34 ഇൻ പെറ്റി ക്യാഷ് ടു പേ വിൻഡോ ക്ലീനർ. സോ വിൻഡോ ക്ലീനറിന് വേണ്ടിയിട്ടും ആൻഡ് ടു ബൈ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആൻഡ് ടു ബൈ സം കോഫി ഫോർ ദ ഓഫീസ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് പെറ്റി ക്യാഷ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കിൻ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? $34 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കിൻ യൂസസ് ദ ഇംപ്രസ് പെറ്റി ക്യാഷ് സിസ്റ്റം. ഓക്കെ, ഇംപ്രസ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇംപ്രസ് സിസ്റ്റം എങ്ങനെയായിരുന്നു? ഇംപ്രസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ പെറ്റി ക്യാഷിൽ ഇനീഷ്യലി 1000 ബാലൻസ് ഉണ്ടെങ്കിൽ 600 സ്പെൻഡ് ആയി കഴിഞ്ഞാൽ മന്ത് എൻ്റെ ആകുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 400 ഉണ്ടാവും. ഓക്കെ, സ്പെൻഡ് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ഇപ്പം അസ്യൂം ചെയ്യുക ഒരു പെറ്റി ക്യാഷ് തുടങ്ങുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ 1000 രൂപ ഉണ്ടായിരുന്നു. അതിൽ ഈ മാസത്തെ പെറ്റി എക്സ്പെൻസസ് എന്ന് പറയുന്നത് 600 ആണ്. സോ റിമൈനിങ് ബാലൻസ് എത്രയാണ്? 400 ആണ്. ഇംപ്രസ് സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? എത്രയാണോ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് അത് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് ഫൈനൽ ബാലൻസ് എത്ര ആക്കി മാറ്റും? 1000 ആക്കി മാറ്റും. സോ ഇംപ്രസ് സിസ്റ്റം ആണെങ്കിൽ എല്ലാ മാസവും നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. എത്രയാണോ സ്പെൻഡ് ആയിട്ടുള്ളത് അത് എന്ത് ചെയ്യും? റീഇംബേഴ്സ് ചെയ്ത് ആഡ് ബാക്ക് ചെയ്യായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ ഇവർ ഫോളോ ചെയ്യുന്നത് ഒരു ഇംപ്രസ് സിസ്റ്റമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഹി പ്രിപ്പയർസ് ദ പെറ്റി ക്യാഷ് ലെഡ്ജർ ഫ്രം ഹിസ് കളക്ഷൻ ഓഫ് വൗച്ചേഴ്സ് ആൻഡ് പോസ്റ്റ് ടോട്ടൽ സ്പെൻസ്. ഓക്കെ, സോ താഴെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നത് നോക്കാം. കിൻ വിൽ കണ്ടിന്യൂ ടു യൂസ് വാട്ട് എവർ ക്യാഷ് റിമെയിൻസ്. ഇംപ്രസ് സിസ്റ്റം ആണെങ്കിൽ ഇപ്പം എത്രയാണോ ബാക്കിയുള്ളത് വെച്ച് കണ്ടിന്യൂ ചെയ്യണം ചെയ്യുക? അല്ല, എത്രയാണോ സ്പെൻഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും? നമ്മൾ റീഇംബേഴ്സ് ചെയ്യും. സോ ഈ എന്താണ് മിസ്റ്റേക്കാണ്. കിൻ വിൽ ഡ്രോ ഔട്ട് സഫീഷ്യൻറ്റ് ക്യാഷ് ടു എൻഷുർ ഹി ഹാസ് ഇനഫ് പെറ്റി ക്യാഷ് ഫോർ നെക്സ്റ്റ് മന്ത്. കിൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് മന്തിനേക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഫണ്ട് മാത്രമേ വിത്ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അത് നോൺ ഇംപ്രസ് സിസ്റ്റം ആയിരുന്നു അല്ലേ? സോ അതെന്താണ്? മിസ്റ്റേക്കാണ്. ഇംപ്രസ് സിസ്റ്റം ആണെങ്കിൽ എത്രയാണോ സ്പെൻഡ് ആയിട്ടുള്ളത് ആ എമൗണ്ടിനായിരിക്കും എന്ത് ചെയ്യുക? റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കിൻ വിൽ ഡ്രോ ഔട്ട് $34 ക്യാഷ് ടു റീപ്ലേസ് ദ എമൗണ്ട് സ്പെൻഡ് ഡ്യൂറിങ് ദ മന്ത്. അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുള്ളത് എത്രയാണോ സ്പെൻഡ് ആയിട്ടുള്ളത് 34 ആണ് സ്പെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ 34നെ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവും. സോ ആൻസർ വിൽ ബി സി. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Which is the correct journal for Mingyu to account for this purchase in her ledgers? So Mingyu purchased goods for 500 and was given a trade discount of 10%. So നമ്മൾ മിങ്ങു എന്ന് പറയുന്ന ആൾ $500 എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 10% എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അതായത് ഡിസ്കൗണ്ട് കുറക്കുമ്പോൾ എമൗണ്ട് എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക? 450. ട്രേഡ് ഡിസ്കൗണ്ടിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? പർച്ചേസ് എമൗണ്ട് എന്ന് പറയുന്നത് 500 ആണ്. 10% ഡിസ്കൗണ്ട്. സോ 90% എത്ര വരിക? 450. സോ എങ്ങനെയായിരിക്കും നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡ് ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യൂല. നെറ്റ് എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ 500 അല്ല റെക്കോർഡ് ചെയ്യുക, ഈ 450 ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഡെബിറ്റ് പർച്ചേസ് 450, ക്രെഡിറ്റ് ക്യാഷ് ഓർ ട്രേഡ് പേബിൾസ് 450. ഇങ്ങനെ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ട്രേഡ് ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യില്ല. നെറ്റ് എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. സോ ഡെബിറ്റ് പർച്ചേസ് 450, ക്രെഡിറ്റ് ട്രേഡ് പേബിൾസ് 450 ഇതായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ആൻസർ വിൽ ബി ഡി. ഓക്കെ, state whether each of the following statements concerning accounting for discount is true or false. സോ ഡിസ്കൗണ്ട്സിനെ പറ്റിയിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫാൾസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് ക്ലെയിംഡ് ബൈ കസ്റ്റമേഴ്സ് ഹു കൺസിസ്റ്റൻ്റ്ലി പേ പ്രോംപ്റ്റ്ലി ഷുഡ് ബി ചാർജ് ടു ഫൈനാൻസ് കോസ്റ്റ്. നമ്മൾ എവിടെയും പഠിക്കാത്തൊരു പോയിൻ്റാണ്. സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ട്രേഡ് ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരിക്കലും നമ്മൾ ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കുകയില്ല. അതൊരു ബന്ധമില്ലാത്ത സെൻറ്റൻസ് ആണ്. സോ അതെന്താണ്? ഫാൾസ് ആണ്. ഓക്കെ, ഇനി ട്രേഡ് ഡിസ്കൗണ്ട്സ് ഗിവൺ ടു കസ്റ്റമേഴ്സ് ആർ നോട്ട് സെപ്പറേറ്റ്ലി റെക്കഗ്നൈസ്ഡ് വിത്തിൻ അക്കൗണ്ട്സ്.
ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ട്രേഡ് ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യൂല, സെപ്പറേറ്റ്ലി റെക്കോർഡ് ചെയ്യൂല, നെറ്റ് എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിയു പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ $560 നെറ്റ് ഓഫ് സെയിൽസ് ടാക്സ്. സോ പർച്ചേസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 560 ആണ്. ഈ 560 എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് ആണ്. നെറ്റ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും, 100% ആയിരിക്കും. ഓക്കെ, സെയിൽസ് ടാക്സ് എത്ര, 20% ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലീവ് സെയിൽസ് ടാക്സ് ഇസ് ട്രൂ? സോ ടാക്സ് 20% ആണെന്നുണ്ടെങ്കിൽ ടാക്സ് എമൗണ്ട് എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക, 560 ഇൻറ്റു 20%, 112. ഓക്കെ, പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ വരുന്ന ടാക്സ് എന്ത് ടാക്സ് ആണ്, ഇൻപുട്ട് ടാക്സ്. സെയിൽ ചെയ്യുന്ന ടൈമിൽ ഔട്ട്പുട്ട് ടാക്സും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ്. സോ 112 ഇൻപുട്ട് ടാക്സ് ആയിരിക്കും വരുന്നുണ്ടാവും. സോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ലിയു പെയ്ഡ് 112 ഔട്ട്പുട്ട് ടാക്സ്. കറക്റ്റ് ആണോ? 112 ആണ്, പക്ഷെ ഔട്ട്പുട്ട് ടാക്സ് ആണ്. കറക്റ്റ് ആണോ? അല്ല. ലിയു പെയ്ഡ് 112 ഇൻപുട്ട് ടാക്സ്. അത് കറക്റ്റ് അല്ലേ? ഇൻപുട്ട് ടാക്സ് ആണ്, 112 ആണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് എന്താ? വാട്ട് ജേർണൽ ഷുഡ് വ്ലാഡ് പോസ്റ്റ് ഇൻ ഹിസ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദിസ് പേയ്മെന്റ്? സോ എന്ത് ജേർണൽ എൻട്രി ആണ് ഈ ഒരു പേയ്മെന്റ്, ഈ ഒരു ട്രാൻസാക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് വ്ലാഡ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വ്ലാഡ് സെയിൽസ് ഹിസ് ഗുഡ്സ് വിത്ത് എ സെറ്റിൽമെന്റ് or prompt payment discount of 5% of his customers pay within 14 days. സോ വ്ലാഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വ്ലാഡിൻ്റെ കസ്റ്റമേഴ്സിന് 14 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ 5% സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് 5% കുറച്ചുള്ള എമൗണ്ടുള്ള ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടാവുക, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടാവുക. വ്ലാഡ് ഇൻവോയ്സസ് customers who have a record of paying within 14 days net of settlement discount. സോ വ്ലാഡ് ഒരു കസ്റ്റമേഴ്സിന് സെയിൽസ് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇൻവോയ്സ് കൊടുക്കുന്ന ടൈമിൽ വ്ലാഡ് റെക്കോർഡ് ചെയ്യുന്നത് ഈ കസ്റ്റമർ എന്തായാലും ഡിസ്കൗണ്ട് തരും എന്നുള്ള അസംഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കസ്റ്റമർ എന്തായാലും ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യും, അതായത് 14 ഡേയ്സിനുള്ളിൽ ഈ കസ്റ്റമർ തരും എന്നുള്ള അസംഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കസ്റ്റമറിന്റെ പേര് എന്താണ്, എ എന്നുള്ളതാണ്. ഓൾവേസ് പേസ് ഇൻ ടൈം ടു ഒബ്റ്റെയിൻ ദ ഡിസ്കൗണ്ട്. എ എന്ന് പറയുന്ന കസ്റ്റമർ എപ്പോഴും എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്യും, 14 ഡേയ്സിനുള്ളിൽ ഓൺ ടൈം കറക്റ്റ് പേയ്മെന്റ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്ന ടൈമിൽ തന്നെ, സെയിൽസ് നടക്കുന്ന ടൈമിൽ തന്നെ ആ ഡിസ്കൗണ്ട് കുറച്ചുള്ള ഫിഗർ ആയിരിക്കും ആര് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ വ്ലാഡ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ദെൻ ഓൺ മെയ് 10, മെയ് 10 വ്ലാഡിന് പേയ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ഓൺ മെയ് 10 വ്ലാഡ് റിസീവ്ഡ് എ പേയ്മെന്റ് ഫോർ 285 ഫ്രം കസ്റ്റമർ എ. സോ മെയ് 10 വ്ലാഡിന് പേയ്മെന്റ് കിട്ടി, $285 ആണ് കിട്ടിയിട്ടുള്ളത്. ദ പേയ്മെന്റ് വാസ് ഇൻ റെസ്പെക്ട് ഓഫ് എൻ ഇൻവോയ്സ് വിച്ച് വാസ് ഇഷ്യൂഡ് ഓൺ മെയ് 2. ഓക്കെ, സോ മെയ് 2 ഇൻവോയ്സ് കൊടുത്തു, സെയിൽസ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേയ്മെന്റ് എപ്പോഴാണ് തരുന്നത്, മെയ് 10 തരുന്നത്. ഓക്കെ, അതായത് ആകെ 8 ഡേയ്സ് മാത്രമേ എടുത്തിട്ടുള്ളത്. സോ 14 ഡേയ്സിന് മുന്നേ തന്നെ ആര് പേയ്മെന്റ് തന്നിട്ടുണ്ട്, നമ്മുടെ എ എന്ന് പറയുന്ന കസ്റ്റമർ പേയ്മെന്റ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്ത് എന്തായിരുന്നു, ഇയാൾ 14 ഡേയ്സിനുള്ളിൽ തന്നെ പേയ്മെന്റ് തരുന്നുള്ള അസംഷനിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സോ അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രകാരം തന്നെ നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്ന കസ്റ്റമർ എന്ത് ചെയ്തു, 285 ഓൺ ടൈമിൽ പേയ്മെന്റ് തന്നിട്ടുണ്ട്. സോ പേയ്മെന്റ് തരുന്ന ടൈമിൽ എന്തായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക, ഡെബിറ്റ് ക്യാഷ് 285, ക്രെഡിറ്റ് ട്രേഡ് റെസീവബിൾസ് 285. ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ഒരു ചേഞ്ചസ് എന്തെങ്കിലും വരുത്തേണ്ട ആവശ്യം ഉണ്ടാവും ഇല്ല, കാരണം നമ്മൾ ആദ്യം റെസീവബിൾസ് കാണിച്ചത് എത്ര ആയിരിക്കും, 285 ആയിരിക്കും. കാരണം വ്ലാഡിനെ അറിയാം ഇയാൾ 14 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് തരും. അപ്പോൾ അത്ര എമൗണ്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ആദ്യം കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക, എ അല്ലേ, ഡെബിറ്റ് ബാങ്ക് 285, ക്രെഡിറ്റ് റെസീവബിൾസ് 285 അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Fred sold goods for 180 including sales tax. So
സെയിലാണല്ലേ. എത്രക്കാണ് സെയിൽ ചെയ്തുള്ളത്? 180ക്കാണ്. ഇതിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്ത് ഫിഗറാണ്? ഗ്രോസ് ഫിഗറാണ്. ഗ്രോസ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ 100% പ്ലസ് ടാക്സിൻ്റെ എമൗണ്ട് ഇതായിരിക്കും പെർസെൻറ്റേജ് വരുന്നുണ്ടാവും. ടാക്സ് എത്രയാണ്? 20% ആണ്. ഹൗ മച്ച് സെയിൽസ് ടാക്സ് ഡിഡ് ഫ്രെഡ് റിസീവ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി സെയിൽസ്? ഓക്കെ, സോ ടാക്സിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് 20% ആണ്. സോ ടോട്ടൽ 120% വരും. സോ 180 എന്ന് പറയുന്നത് 120% ആണ്. ഇതിൻ്റെ 20% ആണ് എന്ത് വരിക? ടാക്സ് വരുന്നുണ്ടാവും. സോ എത്ര വരിക? 180 ഇൻറ്റു 30. ഓക്കെ, സോ ടാക്സ് എമൗണ്ട് വിൽ ബി 30 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോണ ബിഫോർ ദാറ്റ് റിക്വയർമെന്റ് നോക്കാം. വാട്ട് ജേണൽ എൻട്രി വുഡ് ബി പോസ്റ്റ് ടു റെക്കോർഡ് ദിസ് പർച്ചേസ് ട്രാൻസാക്ഷൻ? മോണ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് for $450 പ്ലസ് സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് ഇസ് 20%. ഓക്കെ, സോ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 450 ആണ്. ഇത് നെറ്റ് എമൗണ്ട് ആണ്, ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആൻഡ് ടാക്സിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് 20% ആണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? 450 പ്ലസ് 20%, 540. ഓക്കെ, സോ എത്ര ടോട്ടൽ പേ ചെയ്യേണ്ടി വരും? 450ൻ്റെ കൂടെ ടാക്സ് കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ പേ ചെയ്യുന്നുണ്ടാവും. സോ 450 ഇൻറ്റു 120%, 540 ടോട്ടൽ കൊടുക്കണം. സോ എന്താ ചെയ്യേണ്ടി വരിക? ഡെബിറ്റ് പർച്ചേസ് 450. പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് എന്താ? ഇൻപുട്ട് ടാക്സ് ആണ്. ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. സോ ഡെബിറ്റ് ടാക്സ് 90, ക്രെഡിറ്റ് പേബിൾസ് 540. ഇതല്ലേ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക അല്ലേ? ഇൻപുട്ട് ടാക്സ് അസറ്റ് ആയിട്ട് കാണിക്കണം. ടോട്ടൽ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? ടാക്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഫിഗർ ആയിരിക്കും നമ്മൾ സപ്ലയറിന് കൊടുക്കേണ്ടി വരാം. ഓക്കെ, സോ ക്രെഡിറ്റ് പേബിൾസ് 540. സോ ഇത് ആൻസർ വരിക ഡെബിറ്റ് പർച്ചേസ് 450, credit sales tax control account 90, credit payables 540. So answer will be D. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിൽസ് റിട്ടേൺ ഓഫ് $500 have arrived at Agash's business. These sales were made on credit. What impact will these sales return have on the accounts? സെയിൽസ് റിട്ടേൺ വരുന്ന ടൈമിൽ എന്താ ചെയ്യേണ്ടി വരിക? നമ്പർ 9. ഓക്കെ, ക്രെഡിറ്റിന് സെയിൽ ചെയ്ത സാധനം ഫ്യൂച്ചറിൽ അത് റിട്ടേൺ ആയിട്ട് വരുന്ന ടൈമിൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരുന്നുണ്ടാവുക? ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റ് ട്രേഡ് റെസീവബിൾസ് അല്ലേ? സോ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? സെയിൽസ് ബാലൻസ് വിൽ ഡിക്രീസ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ആൻഡ് ബാങ്ക് ബാലൻസ് വിൽ ഡിക്രീസ്, അത് കറക്റ്റ് ആണോ? അല്ല, കാരണം നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല, ട്രേഡ് റെസീവബിൾസ് ആണ് കുറയുന്നുണ്ടാവും. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് വിൽ ഇൻക്രീസ്. ഓക്കെ, അത് ഓക്കെയാണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് കൂടും. ആൻഡ് ബാങ്ക് ബാലൻസ് വിൽ ഡിക്രീസ്, അതും ഇൻകറക്റ്റ് ആണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് വിൽ ഇൻക്രീസ്. ഓക്കെ, അത് കറക്റ്റാണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് കാണിക്കുന്നത്, സോ റിട്ടേൺ അക്കൗണ്ടിൽ എന്താവും? അത് കൂടും. ഓക്കെ, ആൻഡ് റിസീവബിൾസ് ബാലൻസ് വിൽ ഡിക്രീസ്, അതെന്താ? അതും കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ്. സോ എന്താ? കറക്റ്റ് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ലെഡ്ജർ ഈസ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ബിക്കോസ് ഓഫ് ഹസൻസ് പേയ്മെന്റ്. സോ നമുക്ക് ഹസൻ നടത്തിയിട്ടുള്ള പേയ്മെന്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ടോട്ടൽ എത്ര കൊടുത്തിട്ടുണ്ട്? 13,980.
സോ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ടൈമിൽ ക്രെഡിറ്റ് ബാങ്ക് ഓർ ക്യാഷ് 13,980. ഓക്കെ, ഇനി ഈ 13,980 എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്? സപ്ലൈസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സപ്ലൈസിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ട്രേഡ് പേബിൾസ് നമ്മൾ കൊടുത്തു. ട്രേഡ് പേബിൾസ് കുറയല്ലേ? ട്രേഡ് പേബിൾസ് കുറയുന്ന ടൈമിൽ ഡെബിറ്റ് 1540 അല്ലേ? ഡെബിറ്റ് പേബിൾസ് 1540. ഇനി സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. സോ എക്സ്പെൻസ് വരുന്ന ടൈമിൽ ഡെബിറ്റ് സ്റ്റേഷനറി 540. പിന്നെ അടുത്തത് ടാക്സ് ആണ്. ഓക്കെ, സോ ടാക്സ് എന്ന് പറയുന്ന ടൈമിൽ ഒന്നല്ലെങ്കിൽ അത് എക്സ്പെൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള ടാക്സ് എമൗണ്ട് എന്തായിരിക്കും, കുറേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. സോ ഒന്നല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കുറയാം, അല്ലെങ്കിൽ ടാക്സ് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും. രണ്ടും ആണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെ എൻട്രി കൊടുക്കുന്നത്? ഡെബിറ്റിലാണ് കൊടുക്കുന്നത്. ഓക്കെ, 12,200 ഡെബിറ്റ് ടാക്സ് എക്സ്പെൻസ് ഓർ ലയബിലിറ്റി 12,200. സി ലയബിലിറ്റി കൂടെ അല്ല ചെയ്യുന്നത്. ടാക്സ് എമൗണ്ട് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കുന്ന ടൈമിൽ ലയബിലിറ്റി എന്താവും? കുറയും. ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ എവിടെ എൻട്രി കൊടുക്കുന്നത്? ഡെബിറ്റിലായിരിക്കും എൻട്രി കൊടുക്കുന്നത്. ഓക്കെ, സോ ഡെബിറ്റ് ടാക്സ് 12,200, ഡെബിറ്റ് സ്റ്റേഷനറി 540, ഡെബിറ്റ് പേബിൾസ് 1540, ക്രെഡിറ്റ് ബാങ്ക് ഓർ ക്യാഷ് 13,980. ഇതായിരിക്കും എൻട്രി വരുന്നുണ്ടാവും. ഓക്കെ, ഇനി പറ, ബാങ്ക് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ വരുന്നത്? ക്രെഡിറ്റിലായിരിക്കും വരുന്നുണ്ടാവും. പേബിൾസും ടാക്സേഷൻ സ്റ്റേഷനറി ഇതൊക്കെ എവിടെ വരുന്നുണ്ടാവുക? ഡെബിറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇന്നത്തെ give me a second. Okay. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which two of the following statements are benefits of offering credit to customers? കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്നുള്ളത് ചോദിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ്? നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടും, നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ആവും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നോക്കാം. ഹുസ്ന ഈസ് കൺസിഡറിങ് ഓഫറിങ് ക്രെഡിറ്റ് ടു ഹർ കസ്റ്റമേഴ്സ്. അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയെന്നുള്ള നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്രെഡിറ്റ് മേ എൻകറേജ് മോർ കസ്റ്റമേഴ്സ് ടു ബൈ ഫ്രം ഹുസ്ന, ദിസ് ഇൻക്രീസിങ് സെയിൽസ്. കറക്റ്റാണ്, കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യും, സെയിൽസ് കൂടും. ഓഫറിങ് ക്രെഡിറ്റ് വുഡ് ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് മണി ടൈഡ് അപ്പ് ഇൻ ദ കറന്റ് അസെറ്റ്. അതും കറക്റ്റാണ്, പക്ഷെ അതെന്തല്ല, ബെനിഫിറ്റ് അല്ല അല്ലേ? സോ അത് നമ്മൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓഫറിങ് ക്രെഡിറ്റ് പീരീഡ്സ് വുഡ് ഡിക്രീസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഹുസ്നാസ് ബിസിനസ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് കുറയുക എന്ന് പറയുന്നത് ഒരു ബെനിഫിറ്റ് ആണോ? അല്ലല്ലോ, അതൊന്നല്ല, ബെനിഫിറ്റ് ഇല്ല, അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പം നമ്മൾ ക്രെഡിറ്റിന് കൊടുക്കുന്ന ടൈമിൽ മേ ബി നമുക്ക് എന്ത് വരാം? ബാഡ് ഡെപ്റ്റ് വരാം, എക്സ്പെൻസ് കൂടാം, അത് കാരണം നമ്മുടെ പ്രോഫിറ്റ് എന്താവും? കുറയാം. പക്ഷേ പ്രോഫിറ്റ് കുറയുക എന്ന് പറയുന്നത് എന്താ? ബെനിഫിറ്റ് ആണോ? അല്ല, അതൊരു ഡ്രോബാക്ക് ആണ്. സോ അതും ആൻസർ അല്ല. ഓഫറിങ് ക്രെഡിറ്റ് ഷുഡ് മിനിമൈസ് ദ ലോസ് ഓഫ് കസ്റ്റമേഴ്സ് ടു കോമ്പറ്റീറ്റേഴ്സ് ഓഫറിങ് ക്രെഡിറ്റ് ടേംസ്. അത് കറക്റ്റ് അല്ലേ? കോമ്പറ്റീറ്ററും ക്രെഡിറ്റിന് കൊടുക്കുന്നുണ്ട്, നമ്മളും ക്രെഡിറ്റിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെ പോകില്ല? കോമ്പറ്റീറ്ററിൻ്റെ അടുത്തേക്ക് പോകില്ല, കാരണം നമ്മളും ക്രെഡിറ്റിന് കൊടുക്കുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഓഫറിങ് ക്രെഡിറ്റ് ഷുഡ് മിനിമൈസ് ദ ലോസ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് പോകുന്ന എന്താ? മിനിമൈസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിൻ വിഷസ് ടു റൈറ്റ് ഓഫ് an irrecoverable debt of
14,500 and make an allowance equivalent to 2% of remaining debts, there was no allowance at the end of the previous financial year, what amount should be included in the statement of profit or loss for irrecoverable debt? Okay. So ഒരു കാര്യം നമുക്കറിയാം, question number 2. SOPL ഇറിക്കവറബിൾ ഡെപ്റ്റിനാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യല്? അല്ലെങ്കിൽ SOPL നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒന്ന് ബാഡ് ഡെപ്റ്റും പിന്നെ മൂവ്മെൻറ്റ് ഇൻ അലവൻസ്. അത് ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ, ഈ മൂവ്മെൻറ്റ് ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസും, ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഇൻകം ആയിട്ടാണ് കാണിക്കേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓൾറെഡി ക്വസ്റ്റ്യനിൽ എത്ര ബാഡ് ഡെപ്റ്റ് കാണിക്കുന്നുണ്ട്? 14,500. ഓക്കെ, ഇനി മൂവ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് അലവൻസ് ഒന്നുമില്ല, അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി പറയുന്നുണ്ട് 0. ക്ലോസിംഗ് അലവൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, Zaina has a business designing and selling silver jewelry to retail outlets. She offers 30 days credit to her customer. At 31st March 2008, she has the following receivables. So 31st March 2008 receivables in details തന്നിട്ടുണ്ട്. ക്ലോസിംഗ് receivables എത്രയായിരുന്നു? ഓപ്പണിംഗ് 65, 760, സെയിൽസ് കാരണം 160 to 450 receivables കൂടിയിട്ടുണ്ട്. എത്ര ക്യാഷ് കിട്ടി? 178, 320 കിട്ടിയിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഫൈനൽ എത്രയുണ്ട്? 49,890 ആണ് ക്ലോസിംഗ് ബാലൻസ് ഉള്ളത് അല്ലേ? ഓക്കെ, സോ ക്ലോസിംഗ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത് 49,890. ഇനി നമുക്ക് ക്ലോസിംഗ് അലവൻസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഒരു ഡാറ്റ തരുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് മേക്ക് എൻ അലവൻസ് ഈക്വലൻ ടു 2% ഫോർ റിമൈനിങ് ഡെപ്റ്റ്സ്. സോ ക്ലോസിംഗ് അലവൻസ് എത്രയാണോ ക്ലോസിംഗ് റിസീവബിൾസ്, റിമൈനിങ് റിസീവബിൾസ് എത്രയാണോ ഉള്ളത്, റിമൈനിങ് ഡെപ്റ്റ് എത്രയാണോ ഉള്ളത്, അതിൻ്റെ 2% ആണ്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ക്വസ്റ്റ്യൻസിൽ റിമൈനിങ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ജനറൽ ലെഡ്ജറിലെ ട്രേഡ് റിസീവബിൾ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിലെ ട്രേഡ് റിസീവബിൾസ് ലെഡ്ജർ അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് അല്ല നമ്മൾ എടുക്കേണ്ടത്. അതിൽ നിന്ന് ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ടില്ലെങ്കിൽ അതും കുറച്ചുള്ള ഫിഗർ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ടത്. സോ ഈ ബാഡ് ഡെപ്റ്റ് അവർ കുറച്ചതായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും നമ്മളോട് പറയുന്നില്ല. അപ്പോൾ 14,500 ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ കുറക്കണം. ഓക്കെ, 49,890 മൈനസ് 14,500. സോ എത്ര ആയിരിക്കും റിമൈനിങ് ഡെപ്റ്റ് വരുന്നുണ്ടാവുക? 35,390. ഈ 35,390ൻ്റെ 2% ആണ് ക്ലോസിംഗ് അലവൻസ് വരുന്നത്. ഓക്കെ, സോ 707.8. ഓപ്പണിംഗിൽ 0, ക്ലോസിംഗ് ആയപ്പോൾ 707.8 വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസ് ആണ്, മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. എത്ര ഇൻക്രീസ് വന്നിട്ടുണ്ട്? 707.8. സോ ടോട്ടൽ എത്ര ആയിരിക്കും എക്സ്പെൻസ് നമ്മൾ കാണിക്കുന്നുണ്ടാവുക? പ്ലസ് 14,500, 15,207.8 ആയിരിക്കും നമ്മൾ SOPL എക്സ്പെൻസ് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ആൻസർ വിൽ ബി ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫാൾസ് when describing the additional cost which could be incurred from offering credit to customers. കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് കൊടുക്കുന്ന ടൈമിൽ ഈ പറയുന്ന കോസ്റ്റ് ഒക്കെ വരുമോ ഇല്ലേ എന്നുള്ള നമ്മളോട് ചോദിച്ചുള്ളത്. അഡീഷണൽ ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് വരുമോ? ഡെഫിനറ്റ്ലി വരും. ഇപ്പോൾ ഒരു മാസത്തിന് നമ്മൾ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസത്തിലുള്ള ഫണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യായിരിക്കും, ഓവർ ഡ്രാഫ്റ്റ് എടുക്കാമായിരിക്കും. അപ്പോൾ ആ ഓവർ ഡ്രാഫ്റ്റിന് മേലെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ഇൻക്രീസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, ഈ റെസീബിൾസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരാളെ വെക്കേണ്ടി വരും. അപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സ്റ്റാഫ് എംപ്ലോയി കോസ്റ്റ് ഒക്കെ എന്താവും? ഇൻക്രീസ് ആവും. സോ അതും ട്രൂ ആണ്. അഡീഷണൽ മാർക്കറ്റിംഗ് കോസ്റ്റ്, അതിൻ്റെ ആവശ്യമില്ല,
മാൻഡറ്ററി ആയിട്ടുള്ള സംഭവം അല്ല. ഓക്കെ, മാർക്കറ്റിംഗ് കോസ്റ്റ് അവിടെ വരൂല. ഇനി ഇൻക്രീസ് സ്റ്റാഫ് കോസ്റ്റ്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റിന് കൊടുക്കുന്ന ടൈമിൽ ഇത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കളക്ട് ചെയ്യാൻ വേണ്ടി അഡീഷണൽ സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വെക്കേണ്ടി വരും, അവർക്ക് സാലറി കൊടുക്കേണ്ടി വരും. സോ അതെന്താണ്, ട്രൂ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ജേർണൽ എൻട്രീസ് ടു റെക്കോർഡ് ദ റിക്കവേർഡ് ഡെപ്റ്റ്? സോ ബാഡ് ഡെപ്റ്റ് റിക്കവർ ആയിട്ടുണ്ട്, അതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്നുള്ള ചോദിച്ചുള്ളത്. ബാഡ് ഡെപ്റ്റ് റിക്കവർ ആകുമ്പോൾ എന്താ ജേർണൽ എൻട്രി വരിക? ബാഡ് ഡെപ്റ്റ് റിക്കവർ ആകുമ്പോൾ ജേർണൽ എൻട്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? ഡെബിറ്റ് ബാങ്ക് ഓർ ക്യാഷ്, ക്രെഡിറ്റ് റിക്കവറബിൾ ഡെപ്റ്റ് അല്ലേ? നമ്മൾ ആദ്യം കാണിച്ചുള്ള എക്സ്പെൻസിനെ കുറക്കണം, ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ എനിക്കൊണ്ട് ക്വസ്റ്റ്യനിൽ ഇൻഫർമേഷൻ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇത് അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ആൻസർ കൊടുക്കാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് 2005 Zinnov wrote off a debt of $4,000 owed by customer A. സോ ആദ്യം നമ്മളൊരു 4,000 ബാഡ് ഡെപ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് 2006 കസ്റ്റമർ എ അൺഎക്സ്പെക്ടഡ്ലി പേ ദിസ് ഡെപ്റ്റ്. സോ 2006 ഈ കസ്റ്റമർ നമുക്ക് എന്ത് ചെയ്തു, തരാനുള്ള എമൗണ്ട് തന്നു. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? ഡി അല്ലേ, ഡെബിറ്റ് ബാങ്ക് 4,000, ക്രെഡിറ്റ് റിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് 4,000 അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ വാലിഡ് റീസൺസ് ഫോർ ബിസിനസ് സെറ്റിംഗ് ക്രെഡിറ്റ് ലിമിറ്റ്സ് ഫോർ ദെയർ കസ്റ്റമേഴ്സ്? സോ ഇവിടെ നമ്മൾ കോമൺലി ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതല്ല ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ്. ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺസാണ് ചോദിക്കുന്നത്. ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, ഒരു മാസം മാക്സിമം ഒരു കസ്റ്റമറിന് ഇത്ര എമൗണ്ട് ഉള്ളൂ ക്രെഡിറ്റിന് കൊടുക്കുക. 1,000 ആണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ 1,000 വരെയുള്ളൂ ക്രെഡിറ്റ് കൊടുക്കുക. സോ ഇങ്ങനെ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ മിസ്റ്റേക്കലി നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്തുകൊണ്ടാണ് കൊടുക്കണം എന്നുള്ളത്, അതല്ല ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ലോസ് ഡ്യൂ ടു കസ്റ്റമേഴ്സ് ഡിഫോൾട്ടിങ് ദെയർ ഡെപ്റ്റ്സ്. അത് കറക്റ്റ് അല്ലേ? ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാഡ് ഡെപ്റ്റിൻ്റെ റിസ്ക് എന്താവും, കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് കറക്റ്റ്. ടു എൻകറേജ് മോർ കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം ദെയർ ബിസിനസ്. അത് കറക്റ്റ് ആണോ? അല്ല, അത് ക്രെഡിറ്റ് ഫെസിലിറ്റീസിൻ്റെ ബെനിഫിറ്റ് ആണ്, ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ അല്ല. ഓക്കെ, സോ അത് ഇൻകറക്റ്റ് ആണ്. ടു എൻഷുർ ദേ സെൽ ടു ക്രെഡിറ്റ് വർത്തി കസ്റ്റമേഴ്സ്, അതുമല്ല. ഡി നോക്കാം. ടു എൻകറേജ് കസ്റ്റമേഴ്സ് ടു മേക്ക് റെഗുലർ പേയ്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു സ്റ്റേ വിത്തിൻ ദെയർ ക്രെഡിറ്റ് ലിമിറ്റ്. അത് കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഒരു കസ്റ്റമറിന് 1,000 രൂപ മാക്സിമം എന്ത് കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 1,000 രൂപ പേ ചെയ്താൽ മാത്രമല്ല എന്ത് ചെയ്യുക, ആ കസ്റ്റമറിന് അടുത്ത ക്രെഡിറ്റ് കൊടുക്കുക. സോ അത് പ്രോപ്പറായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആണ്. ടു എൻകറേജ് കസ്റ്റമേഴ്സ് ടു മേക്ക് റെഗുലർ പേയ്മെൻറ്റ്സ്, അവർ റെഗുലർ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കും. ക്രെഡിറ്റ് ലിമിറ്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ആ കസ്റ്റമർ എന്ത് ചെയ്യും, തോന്നിയ പോലെ ക്രെഡിറ്റിൻ്റെ സാധനങ്ങൾ വാങ്ങും. നമുക്ക് ഒരുപാട് ബാഡ് ഡെപ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഒരു 10,000 1,000 ലിമിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിയതിന് ശേഷം അടുത്ത് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും, ഓൺ ടൈമിൽ എപ്പോഴും പേയ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെന്താണ്, കറക്റ്റാണ്. ഓക്കെ, which two of the following bookkeeping entries would be used to represent a movement in the allowance for receivables? So അലവൻസിന്റെ മൂവ്മെന്റ് കാണിക്കുന്ന ജേർണൽ എൻട്രീസ് ചെയ്തേക്കുന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താ ജേർണൽ എൻട്രി വരിക, ഡെബിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്, നമ്മൾ എക്സ്പെൻസ് കാണിക്കണം. ക്രെഡിറ്റ് അലവൻസ് ഫോർ റിസീവബിൾസ് അക്കൗണ്ട്. ഇനി ഡിക്രീസ് ഇൻ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി വരുന്നുണ്ടാവുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ ഡെബിറ്റ് അലവൻസ് ഫോർ റിസീവബിൾസ് ക്രെഡിറ്റ് സോ അലവൻസിൽ എന്ത് മൂവ്മെന്റ് സംഭവിക്കുകയാണെങ്കിലും ഈ രണ്ട് അക്കൗണ്ടിനെ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക,
മൂവ്മെന്റ് കാണിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഡെബിറ്റ് അലവൻസ് ഫോർ റിസീബിൾസ്, ക്രെഡിറ്റ് ഇറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്, അത് കറക്റ്റ് ആണ്. അല്ലെങ്കിലോ ഡെബിറ്റ് അലവൻസ് ഫോർ റിസീബിൾസ്, ക്രെഡിറ്റ് ട്രേഡ് റിസീബിൾസ്, കറക്റ്റ് ആണോ? അല്ല. ഡെബിറ്റ് റിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ്, ക്രെഡിറ്റ് അലവൻസ് ഫോർ റിസീബിൾസ്, സിയും കറക്റ്റ് ആണ്. ഓക്കെ, സോ എ ആൻഡ് സി വിൽ ബി ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ റിക്വയർമെന്റ് നോക്കാം. What will be included in current assets for receivables in the statement of financial position? Okay, so SOFPയിൽ ട്രേഡ് റെസീബിൾസ് എത്ര കാണിക്കുന്നുള്ളതാണ് ചോദിച്ചുള്ളത്. ഓക്കെ, സോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ക്ലോസിങ് ട്രേഡ് റെസീബിൾസ്, ഇതിൽ നിന്ന് എന്ത് കുറക്കണം? ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറക്കണം. ദെൻ ക്ലോസിങ് അലവൻസ്, ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് SOFPയിൽ കാണിക്കേണ്ട ഫിഗർ കിട്ടുന്നുണ്ടാവാം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? ഓക്കെ, സോ ക്ലോസിങ് റെസീബിൾസ് എത്ര എന്നുള്ളത് നോക്കാം. Zeppo has a business selling electronic gadgets to retail outlets. He offers 60 days credit to his customers on 30 June 2003. He has the following trade receivables and allowance for a recoverable debt. So closing trade receivables എത്രയായിരുന്നു? ബാലൻസ് ക്യാരി ഡൗൺ 320,000 ആയിരുന്നു. ഓക്കെ, 320,000. ബാഡ് ഡെപ്റ്റ് എത്ര പറയുന്നത്? Zeppo has yet to write off an irrecoverable debt of 8,700. So additional വരുന്ന ബാഡ് ഡെപ്റ്റ് 8,700 നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, and the allowance for receivable is to be adjusted to the equivalent of 4% of trade receivables based on past experience. സോ ട്രേഡ് റെസീബിൾസിൻ്റെ 4% ആണ് എന്ത് വരുന്നത്? അലവൻസ് വരുന്നത്, ക്ലോസിങ് അലവൻസ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനത്തെ ഡാറ്റ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ടുള്ള ഫിഗറിൻ്റെ മേലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? അലവൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കാരണം ബാഡ് ഡെപ്റ്റ് ഒരിക്കലും അലവൻസ് ആയിട്ട് വരില്ല, അത് ഓൾറെഡി എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ടുള്ള റെസീബിൾസിന് മേലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക? അലവൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ 320,000 മൈനസ് 8,700, 311,300 into 4%, 12,452. ഇതായിരിക്കും ക്ലോസിങ് അലവൻസ് വരുന്നുണ്ടാവും. അപ്പോൾ എത്ര വരിക? 320,000 മൈനസ് 8,700 മൈനസ് 12, 298,848. Okay, so answer will be 298,848. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Identify whether each of the following statements describes an event which would cause a difference or not between the supplier statement balance and the balance on the individual trade payables ledger. സോ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇത് കാരണം സപ്ലൈർ സ്റ്റേറ്റ്മെൻറ്റ്സിലും നമ്മുടെ ഇൻഡിവിജ്വൽ ലെഡ്ജറിലും എന്തെങ്കിലും ഡിഫറൻസ് വരുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. ഓക്കെ, ആപ്പിൾ കമ്പനി ഹാസ് റിസീവ്ഡ് എ സപ്ലൈർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ മന്ത് എൻഡഡ് 30 June 2002. It does not agree with the balance on their individual trade payables ledger. സോ സപ്ലയർ നമുക്ക് അയച്ചിട്ടുള്ള സപ്ലയർ സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ ഇൻഡിവിജ്വൽ ലെഡ്ജറും തമ്മിൽ എന്താവുന്നില്ല? ബാലൻസ് ആവുന്നില്ല. സോ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് കാരണമായിരിക്കും ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, സപ്ലയർ ഹാസ് ഇഷ്യൂഡ് ആൻ ഇൻവോയ്സ് ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് ബൈ ആപ്പിൾ കമ്പനി. ഓക്കെ, സോ നമ്മുടെ ആപ്പിൾ കമ്പനി ഉണ്ട്, അതേപോലെ സപ്ലയറുണ്ട്. സപ്ലയർ നമുക്ക് ഇൻവോയ്സ് അയച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് റെക്കോർഡ് ചെയ്യൂല. ആര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും? സപ്ലയർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഒരു ഡിഫറൻസ് ഇല്ലേ? നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, അവർ റെക്കോർഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ ഇറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി ഗോസ് എ
ഡിഫറൻസ്. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. ആപ്പിൾ കമ്പനി ഹാവ് ടേക്കൺ എ സെറ്റിൽമെന്റ് ഡിസ്കൗണ്ട്. അതിനെന്താ പ്രശ്നമൊന്നുമില്ല, ഡിഫറൻസ് ഒന്നും വരില്ല. ഓക്കെ, ആപ്പിൾ കമ്പനി ഹാസ് മെയ്ഡ് ആൻ എറർ വെൻ റെക്കോർഡിംഗ് ദ ഡെപ്റ്റ് ഇൻ ദർ ട്രേഡ് പേബിൾസ് ലെഡ്ജർ. ഡിഫറൻസ് വരൂലേ? നമ്മളൊരു എമൗണ്ട് മിസ്റ്റേക്ക് ആയിട്ട് എറർലി ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ സപ്ലയർ ആണെങ്കിൽ കറക്റ്റ് എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലയർ നമുക്ക് ഒരു 10,000 രൂപേൻ്റെ ഇൻവോയ്സ് അയച്ചിട്ടുണ്ട്. നമ്മളത് 1000 രൂപയായിട്ട് റെക്കോർഡ് ചെയ്തു, എററായിട്ട് കാണിച്ചു. സോ ഡിഫറൻസ് വരൂലേ? സോ ഒബ്വിയസ്ലി ദർ വിൽ ബി ഡിഫറൻസ്. ഓക്കെ, ആപ്പിൾ കമ്പനി ഹാസ് മെയ്ഡ് എ പേയ്മെൻറ്റ് ടു ഇറ്റ് സപ്ലയർ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ റിസീവ്ഡ്. സോ നമ്മുടെ കമ്പനി സപ്ലയറിന് പേയ്മെൻറ്റ് കൊടുത്തു, സപ്ലയറിന് അത് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാളും റെക്കോർഡിയും ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇറ്റ് ഡസ് നോട്ട് കോസ് എ ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. വാട്ട് കോൺട്രാ എൻട്രി ഷുഡ് ബി മെയ്ഡ് ഇൻ ജോസ് അക്കൗണ്ട്സ്. കോൺട്രാ എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന റെസീബിൾസ് ആൻഡ് പേബിൾസിന് നമ്മൾ എന്ത് പറയുന്നത്? കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് പേബിൾസ് എന്നും ട്രേഡ് റെസീബിൾസ് എന്നും ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ട്രേഡ് റെസീബിൾസും ട്രേഡ് പേബിൾസും ക്യാൻസൽ ചെയ്യേണ്ട എൻട്രി എന്തായിരുന്നു? ഡെബിറ്റ് ട്രേഡ് പേബിൾസ്, ക്രെഡിറ്റ് ട്രേഡ് റെസീബിൾസ്. എന്ത് എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഡെബിറ്റിൽ വരുന്നത് ട്രേഡ് പേബിൾസും ക്രെഡിറ്റിൽ വരുന്നത് എന്തായിരിക്കും? ട്രേഡ് റെസീബിൾസ് ആയിരിക്കും. ഇതായിരിക്കും ജനറൽ എൻട്രി വരുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Joe and Zane are both in business trading with each other as well as many other customers. Joe owes Zane 1,200. Joe Zane 1,200 കൊടുക്കാനുണ്ട്. Zane തിരിച്ചെത്ര തരാനുണ്ട്? 1,550 തരാനുണ്ട്. ഓക്കെ, ദീസ് എമൗണ്ട്സ് ആർ ഇൻക്ലൂഡ് വിത്തിൻ ദർ ട്രേഡ് റെസീബിൾസ് ആൻഡ് ട്രേഡ് പേബിൾ ബാലൻസ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എമൗണ്ട് ഏതാ? 1,200 അല്ലേ? ഒരാൾ 1,200 കൊടുക്കാനുണ്ട്, ഒരാൾ 1,200 കിട്ടാനുണ്ട്. ഓക്കെ, സോ ഈ എമൗണ്ട് നമുക്ക് 1,200 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. കോൺട്രാ എൻട്രി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്തായിരിക്കും എൻട്രി വരുന്നുണ്ടാവുക? ഡെബിറ്റ് ട്രേഡ് പേബിൾസ് 1,200, ക്രെഡിറ്റ് ട്രേഡ് റെസീബിൾസ് 1,200 ആയിരിക്കും വരുന്നുണ്ടാവും. സോ ആൻസർ ചെയ്ത് വരിക ഡി. ഓക്കെ, സി കോമൺ ആയിട്ട് വരുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ഡെബിറ്റ് ട്രേഡ് റെസീബിൾസ് 1,200, ഡെബിറ്റ് ട്രേഡ് പേബിൾസ് 1,200, ക്രെഡിറ്റ് പേബിൾസ് 1,550 ഇങ്ങനെ കാണിക്കരുത്. രണ്ടിടത്തും ഡിഫറെൻറ്റ് എമൗണ്ട് കാണിക്കരുത്. രണ്ടുപേരും ഒരുപോലെ കൊടുക്കാനും കിട്ടാനുള്ള എമൗണ്ട് എത്രയാണുള്ളത് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. What amount should be shown for administrative expense in the statement of profit or loss? Okay, a company has the following balances for trade receivables and allowance for receivables. So trade receivables എത്ര? 16,350 ആണ്. ഓപ്പണിംഗ് അലവൻസ് 335. അഡ്മിൻ എക്സ്പെൻസ് ഓൾറെഡി എത്ര ഉണ്ട്? 25,650 ഉണ്ട്. ഓക്കെ, സോ ഓൾറെഡി അഡ്മിൻ എക്സ്പെൻസ് 25,650 ഉണ്ട്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് എത്ര വന്നിട്ടുണ്ട്? 2,200. ആൻഡ് ഇറിക്കവറബിൾ ഡെപ്റ്റ് ഓഫ് 2,200 നീഡ്സ് ടു ബി റിട്ടൺ ഓഫ്. ഓൾ ഇറിക്കവറബിൾ ഡെപ്റ്റ്സ് ആർ ചാർജ് ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ഓക്കെ, സോ ബാഡ് ഡെപ്റ്റ് 2,200 വന്നിട്ടുണ്ട്. ഇതും എവിടെ കാണിക്കുന്നത്? അഡ്മിൻ എക്സ്പെൻസിലാണ് കാണിക്കുന്നത്. ഓക്കെ, an allowance for irrecoverable debt equivalent to 2% remaining trade receivables is required. So closing allowance എത്ര വരുന്നത്? 2% of remaining receivables. കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്തു. ക്ലോസിംഗ് അലവൻസ് ട്രേഡ് റെസീവബിൾസ് എത്ര ആയിരുന്നു? 16,350 അല്ലേ? 16,350. ഇതിൽ നിന്ന് എന്ത് കുറക്കണം? ബാഡ് ഡെപ്റ്റ് നമ്മൾ കുറക്കണം. എത്രയാണ്? 2,200. സോ 16,350 മൈനസ് 2,200 14,150 ആണ് വരുന്നത്. ഇതിൻ്റെ 2% ആണ് എന്ത് വരുന്നത്? ക്ലോസിംഗ് അലവൻസ് വരുന്നത്. ഓക്കെ, ക്ലോസിംഗ് അലവൻസ് 14,150 ഇൻറ്റു 2%. 283. ഓക്കെ, 283.
ഇനി ഓപ്പണിംഗ് എലവൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു 335 അല്ലേ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലവൻസിൽ വരുന്ന മൂവ്മെന്റ് ആണ് നമ്മൾ SOP യിൽ കാണിക്കുന്നത്. ഇൻക്രീസ് ആണെങ്കിൽ എക്സ്പെൻസ്, ഡിക്രീസ് ആണെങ്കിൽ ഇൻകം. സോ ഓപ്പണിംഗിൽ 335 ഉണ്ടായിരുന്നത് ക്ലോസിംഗ് ആയപ്പോൾ എത്ര ആയിട്ടുണ്ട്? 283 ആയിട്ടുണ്ട്. സോ ഡിക്രീസ് അല്ലേ, ഡിക്രീസ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻകം ആയിരിക്കും. ഓക്കെ, സോ 335 മൈനസ് 283, 52 ഇൻകം. ഇൻകം 52. ഓക്കെ, സോ നെറ്റ് ആയിട്ട് എത്ര വരുന്നുണ്ടാവുക? 25,650 27,798. ഇത് രണ്ടും എക്സ്പെൻസ് ആണ്. ഇത് മാത്രം ഇൻകം ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ബാക്കി രണ്ടും ആഡ് ചെയ്തിട്ട് ഇൻകം എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. സോ ആൻസർ എത്ര വരും? 27,798. ഓക്കെ, സോ ആൻസർ വിൽ ബി സി. ഓക്കെ, ഓക്കെ, ഇന്ന് തൽക്കാലം നമുക്ക് ഇത്രയും മതി. ബാക്കി ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഞാൻ എഗെയിൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ഇതുവരെ ടോപ്പിക്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യരുത്. ആദ്യം ടോപ്പിക്സ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. സോ പഠിച്ച ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ ഒരു ലൈവ് കണ്ടാൽ മതി. എങ്കിൽ മാത്രമല്ല എന്താവും പ്രോപ്പറായിട്ട് മനസ്സിലാവുക. ഓക്കെ, സോ ഞാൻ കണ്ടൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് വരുന്നത്? അവരെന്ത് ചെയ്യുക? ഈ വീഡിയോസ് കാണാം. ഓക്കെ.